ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മച്ചന്മാരെ, ഞാൻ ചില കഥകൾ പറയുമ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. കാരണം ആ ഒരു കഥ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ആ കഥ പറയാനായിട്ട് ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആയിരിക്കുന്നത്. റിയലി ഈ ഒരു കഥ ഞാൻ അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. അത്രയ്ക്കും ത്രില്ലായിട്ടുള്ള, ഭയങ്കര രസമുള്ള, അവസാനം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു കഥ. കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു സാധാരണ ഹോട്ടൽ. ആ ഹോട്ടലിലേക്ക് ഒരു മഴയുള്ള രാത്രിയിൽ വ്യത്യസ്തരായിട്ടുള്ള 6 ആൾക്കാർ വരുന്നുണ്ട്. 6 ആൾക്കാർക്കും വ്യത്യസ്തമായ ഉദ്ദേശമാണ്. അതായത് ഇവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ സീക്രട്ട്, രഹസ്യങ്ങളുണ്ട്. ഇതിന് പുറമെ ആ ഹോട്ടലിൽ തന്നെ വല്ലാത്തൊരു മിസ്റ്ററി ഉണ്ട്. എന്തൊക്കെയാണ് ഇത്? നമുക്ക് നേരെ കഥയിലേക്ക് പോയി തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിനു മുന്നേ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളൊരു വെബ് സീരീസിന്റെ കഥ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പേര് 3 ബോഡി പ്രോബ്ലം എന്നാണ്. അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവർ ഈ കഥ കേട്ട് കഴിഞ്ഞിട്ട് അതുകൂടെ ഒന്ന് കണ്ടു നോക്കണേ. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു കഥ ആരംഭിക്കുകയല്ലേ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു ചുവന്ന ബേഗുമായിട്ട് ഒരു ഹോട്ടലിലേക്ക് ഒരാൾ വരുന്നുണ്ട്. വേഗം തന്നെ അവിടെ ഒരു മുറി എടുക്കുകയാണ്. ഇയാൾ ആ റൂമിലേക്ക് വരുന്ന സമയത്ത് തന്നെ കണ്ടാലറിയാം നല്ല ടെൻഷനിലാണ്. എന്തായാലും റൂമിലേക്ക് വന്ന് കയറി റൂമിന്റെ അവിടെ ഇവിടെയൊക്കെ പരിശോധിക്കുന്നുണ്ട്. ആരെങ്കിലും ഇയാളെ നോക്കുന്നുണ്ടോ? ഇതെല്ലാം കഴിഞ്ഞ് ആരും നോക്കുന്നില്ല എന്ന് ബോധ്യമായപ്പോൾ വേഗം തന്നെ ആ ഹോട്ടൽ റൂമിന്റെ ഫ്ലോർ അത് മരം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അത് വേഗം തന്നെ പറിച്ചെടുത്തിട്ട് അതിനുള്ളിലേക്ക് ഈ ചുവന്ന ബേഗ് വെക്കുകയാണ്. അതിനുശേഷം ആ ഒരു മാറ്റ് അതിന്റെ മുകളിൽ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ വിരിച്ചു വെക്കുന്നുണ്ട്. ഇത്രയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും ഇയാൾ നല്ല ഭയത്തിലാണ് കേട്ടോ. ആരും ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ ആ ഒരു ടെൻഷനോട് കൂടിയിട്ടുള്ള ആ ഒരു വെയിറ്റിംഗിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആരും ഒരാൾ വന്നിട്ട് കതക് മുട്ടുകയാണ്. ഭയം കൊണ്ട് ഇയാൾ വേഗം തന്നെ ഒരു ഗണ്ണെടുക്കുന്നുണ്ട്. എന്നാൽ വാതിൽ തുറന്നപ്പോൾ ഇയാൾക്ക് പരിചയമുള്ള ആളായിരുന്നു. ഓഹ്, നീയായിരുന്നു. ഉള്ളിലേക്ക് വന്നിട്ട് ഇയാൾ തിരിച്ചു നടക്കുമ്പോൾ ഒരൊറ്റ പൊട്ടിക്കലാണ്. അതായത് ഈ വന്ന ആള് തന്നെ പരിചയമുള്ള ആളാണല്ലോ എന്ന് കരുതി അയാൾ വിശ്വസിച്ചതായിരുന്നു പ്രശ്നം പറ്റിയത്. എന്തായാലും ചുവന്ന ബേഗമായിട്ട് വന്ന ആ ആള് അയാള് വട്ടിയായിട്ടുണ്ട്. പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്നൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞ് ഇപ്പൊ 10 വർഷമായിട്ടുണ്ട്. വർഷം 1999. ഇതേ ഹോട്ടലിലേക്ക് തന്നെ താമസിക്കാനായിട്ട് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. ഒരു ഫാദർ ഡാനിയൽ. ഈ ഫാദർ ഡാനിയൽ അവിടെ വന്നിറങ്ങിയ പാട് തന്നെ അയാൾക്ക് മുന്നേ ആയിട്ട് മറ്റൊരാൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ലേഡിയാണ്. ആ ലേഡിയുടെ പേര് ഡാർലിംഗ്. സോ രണ്ടുപേരും ആ ഒരു ഹോട്ടലിന്റെ മുന്നിൽ വെച്ച് പരിചയപ്പെടുകയാണ്. എന്നാ പിന്നെ നമുക്ക് മുറി എടുക്കില്ലേ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇവരെക്കാൾ മുന്നേ ആയിട്ട് തന്നെ വേറൊരാളും അവിടെ വന്നു നിൽക്കുന്നുണ്ട്. ആളുടെ പേര് സൈമൺ എന്നാണ്. ഏതൊരു കമ്പനിയിലെ സെയിൽസ് മാനേജറാണ് ഈ ഒരു സൈമൺ. സൈമൺ ഇപ്പോൾ അയാളുടെ ആ ഒരു വിസിറ്റിംഗ് കാർഡും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനപ്പോൾ ഇത് കാണിക്കുന്നതെന്നൊന്നും അറിയില്ല. പിന്നെ അങ്ങോട്ടേക്ക് തുടങ്ങാണ് ഇയാളുടെ വെട്ട് എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം വെട്ടാണ്. കേട്ടു നിൽക്കുന്ന ആൾക്കാർക്ക് അയാളുടെ ചെള്ളക്കടിക്കാൻ തോന്നും. അമ്മാതിരി വർത്താനം ഉറപ്പിച്ചങ്ങോട്ട് കയ്യിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫാദറും അതുപോലെ തന്നെ ഡാർലിംഗും രണ്ടുപേരും ശവം ഒന്ന് ചത്തിരുന്നെങ്കിൽ എന്ന് വരെ തോന്നുന്നുണ്ട്. ആ സമയത്താണ് ഈ ഹോട്ടലിലെ റിസപ്ഷൻ ബോയ് വരുന്നത്. മില്ലർ എന്നാണ് അവന്റെ പേര്. ഒരു ചെറിയ പയ്യനാണ്. അപ്പൊ അവൻ വന്ന പാട് തന്നെ ഫാദറിനെ കാണുന്നുണ്ട്. ഫാദറെ നിങ്ങൾ എന്തിനാ ഇവിടെ റൂം എടുക്കുന്നത്? നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് പറ്റിയൊരു ഹോട്ടലൊന്നും അല്ല ഇത്. എന്നാൽ ഫാദർ പറയണത്, മോനെ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും ഈക്വലാണ്. ഇനിയിപ്പോ ഇത് എന്ത് മോശം സ്ഥലമായാലും എനിക്ക് ഇവിടെ മുറി മതി, അതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഫാദർ, എന്നാ പിന്നെ ഇവിടെ തന്നെ റൂം എടുത്തു. പിന്നെ ഇവിടെയുള്ള ആ ഒരു ഹോട്ടലിന്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫാദറിന് 4ാമത്തെ റൂം കൊടുക്കുകയാണ്. ഫാദർ അങ്ങോട്ടേക്ക് പോയിക്കാന്ന് പറയാണ്. അതുപോലെ തന്നെ ഫാദറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഡാർലിംഗ് ഉണ്ടല്ലോ, അവർക്ക് 5ാമത്തെ റൂം കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു റൂം എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു ആലോചനയിലാണ് ഇപ്പൊ ഡാർലിംഗ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ആ ഒരു മാനേജർ സൈമൺ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പണ്ടാരത്തിന്റെ അടുത്ത് പെട്ടു പോകുന്നതിലും നല്ലത് വേഗം ആ റൂമിലേക്ക് പോകുന്നതിനെന്ന് കരുതിയിട്ട് മതി 5ാമത്തെ റൂം തന്നേക്കെന്ന് പറഞ്ഞിട്ട് വേഗം രജിസ്റ്ററിൽ ഡാർലിംഗ് പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് ഒന്ന് സൈൻ ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ ഫാദറും അത് ചെയ്തിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ ഹോട്ടലിലേക്ക് മറ്റൊരു ലേഡി കൂടെ വരികയാണ്. അവരുടെ പേര് എമിലി എന്നാണ്. കാണാനൊക്കെ നല്ല ചന്താണ്. എന്നാൽ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഫൂലന്തേവിയാണ്. അതെന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് മില്ലർ പറഞ്ഞു, മേഡം നിങ്ങളുടെ പേരും സൈനൊക്കെ ഒന്ന് ഇട്ടിട്ട് പോകും. അതായത് ആ ഒരു രജിസ്റ്റർ ബുക്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എമിലി ഇപ്പൊ അത് എഴുതുകയാണ്. എഴുതിയത് ഒരു പച്ച തെറിയായിരുന്നു. അത് ഞാൻ എന്താന്ന് പറയുന്നില്ല, പക്ഷേ അവർ എഴുതിയ കാര്യം ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. എന്തായാലും എമിലിക്കും ഇപ്പൊ മില്ലർ ഒരു റൂം കൊടുക്കുകയാണ്. നേരെ എമിലി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. വളരെ മോശം സ്വഭാവം എന്ന് പറയാലോ. ഇതിനുശേഷം സെയിൽസ് മാനേജറായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന സൈമൺ ഉണ്ടല്ലോ, അയാൾ നേരെ ചെന്നിട്ട് എനിക്ക് 1ാമത്തെ നമ്പർ റൂം തന്നെ വേണമെന്ന് ചോദിച്ചു മേടിക്കുകയാണ്. അങ്ങനെ സൈമണും അവന്റെ പേരും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ എഴുതി കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം സൈമൺ നേരെ 1ാം നമ്പർ റൂമിലേക്ക് പോകുന്നുണ്ട്. റൂമിൽ എത്തിയ പാട് ഇത്രയും നേരം ഉണ്ടായിരുന്ന സൈമന്റെ ആ ഒരു സ്വഭാവം കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. അതായത് നല്ല 1ാം തരം അഭിനയം മാത്രമായിരുന്നു അത്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് സൈമൺ ഇങ്ങനെ അഭിനയിച്ചത് എന്നറിയില്ല. എന്തായാലും റൂമിലേക്ക് വന്ന് കയറിയ പാട് തന്നെ ഫുള്ളായിട്ട് ആ റൂം ഒന്ന് പരിശോധിക്കുന്നുണ്ട്. ആരെങ്കിലും എവിടെ നിന്നെങ്കിലും ഇയാളെ നോക്കുന്നുണ്ടോ എന്ന്. ഇതിനുശേഷം സൈമൺ ഇയാളുടെ ആ ഒരു പെട്ടി ഉണ്ടല്ലോ അത് തുറക്കുകയാണ്. അത് തുറന്ന പാട് തന്നെ ഒരു വാക്വം ക്ലീനറോ അങ്ങനെ എന്തോ ഉണ്ട്. ഇതിന്റെ സെയിൽസ് മാനേജറാന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ ആ ഒരു സാധനം എടുത്തു മാറ്റി നോക്കുമ്പോൾ അതിനുള്ളിലായിട്ട് വേറെ ഒരു ചെറിയ സൂട്ട് കേസ് ഉണ്ട്. ആ സ്യൂട്ട് കേസ് ഇപ്പൊ പുറത്തേക്ക് എടുക്കുകയാണ്. പതിയെ അത് തുറക്കുന്നുണ്ട്. അതിനുള്ളിൽ പലതരം ചെറിയ ചെറിയ ടൂൾസ് ആയിരുന്നു. എന്തായാലും ഇതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഫോൺ എടുത്ത് ഈ സൈമൺ മകളെ വിളിക്കുകയാണ്. മോളെ, അച്ഛന് കുഴപ്പമൊന്നുമില്ല, ഇവിടെ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഫോണിൽ സംസാരിക്കുന്ന അതേ സമയത്ത് തന്നെ ഈ ഫോണിന്റെ ഉൾഭാഗം തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ വെച്ച് ചെറിയൊരു മൈക്രോഫോൺ എടുക്കുന്നുണ്ട്. അതായത് ഇവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ ആ ചെറിയ മൈക്രോഫോണിലൂടെ മറ്റാരോ ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു. സോ അത് നൈസായിട്ട് ഈ സൈമൺ എടുത്തു മാറ്റുകയാണ്. എന്നിട്ട് മോളോട് പറയാണ്, അച്ഛൻ
പിന്നെ വിളിക്കാട്ടോ, അച്ഛന് കുറച്ച് ജോലിയുണ്ട്. ഇതിനുശേഷം ആ ഒരു മുറിയുടെ പല ഭാഗത്തും സെർച്ച് ചെയ്യാണ്. TV, ഫാന്, അങ്ങനെ ആ റൂമിലുള്ള ഒട്ടുമിക്ക ഇലക്ട്രോണിക്സിന്റെ ഉള്ളിൽ നിന്നും അങ്ങനെ അവസാനം ഉണ്ടല്ലോ ഒരു 10-25 ഇതുപോലെയുള്ള മൈക്രോഫോൺ പല ഭാഗത്തുനിന്ന് എടുത്തിട്ട് ആ ടേബിളിൽ അങ്ങനെ നിരത്തി വെക്കുകയാണ്. ഇവൻ എന്തിനെങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് എന്ന് എങ്ങനെയാണ് ഈ സൈമൺ അറിയുന്നത്? ആരായിരിക്കും ഇത് വെച്ചിട്ടുണ്ടാവുക? ആർക്കറിയാം. എന്തായാലും കഥ മുന്നോട്ടേക്ക് പോവല്ലേ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സൈമൺ ആ മുറിയിൽ ഒരു വലിയ കണ്ണാടിയുണ്ട്, അതിന്റെ മുന്നിൽ പോയിട്ട് അതിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കാണ്. എന്നാൽ ഈ കണ്ണാടി എന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട് സൈമൺ തോന്നി. മാത്രമല്ല ഇതിനപ്പുറത്ത് എന്തോ ഒന്നുണ്ട്. സോ ആ ഒരു സംശയത്തിന്റെ പേരിൽ സൈമൺ നേരെ എന്താക്കി ആ ഒരു റിസപ്ഷൻ ബോയ് മില്ലർ ഉണ്ടല്ലോ, അവൻ കിടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ചെന്ന് നോക്കി. അവിടെ ഒരു 4-5 റൂമുണ്ട്. സോ അതിലൊരെണ്ണത്തിലാണ് അവൻ കിടന്നുറങ്ങുന്നത്. പതിയെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ലോക്ക് ചെയ്ത് ഒരു മുറി സൈമൺ കാണുകയാണ്. എന്തിനായിരിക്കും ഇതിപ്പോ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക? പതിയെ തുറക്കാൻ നോക്കുകയാണ്. അവന് അവന്റേതായ ചില ട്രിക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ ട്രിക്ക് ഉപയോഗിച്ച് ഡോറ് തുറക്കുകയാണ്. തുറന്ന് ഉള്ളിലേക്ക് പോയ സമയത്ത് അതൊരു രഹസ്യ വഴിയായിട്ട് ഇപ്പൊ സൈമണ് തോന്നുന്നുണ്ട്. എന്തായാലും അതിലൂടെ പോകുന്ന സമയത്താണ് ഞെട്ടിക്കുന്ന ആ ഒരു സത്യം ഇപ്പൊ സൈമൺ മനസ്സിലാക്കുന്നത്. ഈ ഹോട്ടലിൽ താമസിക്കുന്ന ആർക്കും ഒരു സേഫ്റ്റി ഇല്ല. കാരണം എന്താണെന്നറിയോ? സൈമൺ ഒരു സംശയം തോന്നിയില്ലേ, അവന്റെ മുറിയിൽ ആ ഒരു വലിയ കണ്ണാടിയുടെ പിന്നിൽ എന്തോ ഉണ്ടെന്ന്? കാര്യമായിട്ട് ഉണ്ട്. അതൊരു ഹാളാണ്. അതായത് ആ ഒരു ചെറിയ വഴിയിലൂടെ പോകുന്ന സമയത്ത് ഓരോ റൂമിൽ നടക്കുന്ന കാര്യങ്ങളും ആ കണ്ണാടിയിലൂടെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് കാണാൻ കഴിയും. അതായത് ഈ റൂമിൽ താമസിക്കുന്ന ആൾക്കാർക്ക് യാതൊരു പ്രൈവസി ഇല്ല. എന്തായാലും ആ ഒരു വഴിയിലൂടെ സൈമൺ പതിയെ മുന്നോട്ടേക്ക് പോകുമ്പോൾ 4ാമത്തെ മുറിയുടെ ആ ഒരു ഗ്ലാസിന്റെ ഭാഗത്തേക്ക് എത്തുകയാണ്. ഇതേ നേരം തന്നെ അതിലൂടെ നോക്കുമ്പോൾ സൈമൺ കാണുന്ന കാഴ്ച എന്താ? ഫാദർ ഡാനിയൽ ഉണ്ടല്ലോ, ഫാദർ ഡാനിയൽ ആ ഒരു റൂമിന്റെ നിലത്തിലെ ആ ഒരു പലകയൊക്കെ ഊരി മാറ്റാൻ നോക്കുകയാണ്. ഇയാൾ എന്തിനാ ഇങ്ങനെ ഒരു പ്രാന്ത് കാണിക്കുന്നതെന്ന് സൈമണ് മനസ്സിലാവുന്നില്ല. എന്തായാലും തൊട്ടപ്പുറത്തെ റൂമിലേക്കും പോകുന്നുണ്ട്. അതായത് 5ാമത്തെ റൂമിലേക്ക് പോവുകയല്ല, ആ ഒരു വഴിയിലൂടെ പോവുകയാണ്. എന്നാൽ ഓരോ റൂമിലും നടക്കുന്ന കാര്യങ്ങൾ ആ കണ്ണാടിയുടെ ഇപ്പുറത്ത് നിന്ന് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അങ്ങനെ ഇപ്പൊ ഡാർലിങ്ങിന്റെ റൂമിലേക്ക് നോക്കുന്ന സമയത്ത് അവൾ ഇങ്ങനെ പാട്ട് പാടുന്നതായിട്ട് കാണുകയാണ്. എന്തിനാണ് ഡാർലിംഗ് ഇങ്ങനെ പാട്ട് പാടുന്നതെന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ വേറൊരു സംഭവം കൂടെ ഇവിടെ ഉണ്ട്. അതായത് ഈ നടക്കുന്ന കാര്യങ്ങൾ കണ്ണാടിയിലൂടെ കാണാനേ പറ്റുള്ളൂ, പക്ഷെ കേൾക്കാൻ പറ്റില്ല അവരെന്താ സംസാരിക്കുന്നതെന്നൊന്നും. അതിനും ഒരു ട്രിക്ക് ഉണ്ട്. അവിടെ ചെറിയൊരു മൈക്കുണ്ട്. അത് ഓൺ ആക്കുകയാണെങ്കിൽ അവരെന്താണ് അവിടെ സംസാരിക്കുന്നത് എന്ന് ഇങ്ങോട്ടേക്ക് കേൾക്കാൻ കഴിയും. ആകെ മൊത്തം ഒരു ഡായിപ്പ് സെറ്റപ്പ് എന്ന് പറയാം. പക്ഷെ കാര്യമായിട്ട് തന്നെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഈ ഹോട്ടലിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം പോട്ടെ, ഇതും കഴിഞ്ഞ് നേരെ അപ്പുറത്ത് എമിലി എന്ന് പറഞ്ഞൊരു ലേഡി റൂം എടുത്തിട്ടുണ്ടല്ലോ. സോ അവളുടെ റൂമിന്റെ ആ ഒരു ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ സൈമൺ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ, ഈ എമിലി അവളുടെ കാറിന്റെ ഡിക്കിയിൽ നിന്നും ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെയറിൽ ഇരുത്തുകയാണ്. വായയും അതുപോലെ തന്നെ ശരീരം മുഴുവനായിട്ടും ഒരു കസേരയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ഇതിനുശേഷം വലിയൊരു ഗണ്ണ് എടുത്തുകൊണ്ട് റൂമിലേക്ക് വരികയാണ്. അതായത് സ്വഭാവം പോലെ തന്നെ ആള് വളരെയധികം സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ്. ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ ഈ ഹോട്ടലിലേക്ക് ഇന്ന് വന്നിരിക്കുന്ന ഓരോ ആൾക്കാർക്കും ഓരോ ലക്ഷ്യങ്ങളാണ്. എന്തോ ഡൈപ്പാണ്. സോ കാര്യം മനസ്സിലായ ഉടനെ തന്നെ സൈമൺ നേരെ ഈ ഹോട്ടലിന്റെ പുറത്ത് ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ട്, നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഒരു സെയിൽസ് മാനേജർ ഒന്നുമല്ല ഈ സൈമൺ. ഇയാൾ പകരം ഒരു അണ്ടർ കവർ ഓഫീസറാണ്. അതുകൊണ്ടാണ് സ്റ്റേഷനിലേക്ക് ഇതുപോലെ ഇൻഫർമേഷൻ പാസ് ചെയ്തത്. ഇതേ നേരം തന്നെ നമ്മുടെ ഡാർലിങ്ങിന്റെ റൂമിൽ കാണിക്കുകയാണ്, ആളൊരു ആക്ടർ ആവണം, സിംഗർ ആവണം ഒക്കെ ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. ഇന്ന് തന്നെ ഒരു ഓഡീഷനിൽ പോയിട്ടുണ്ട്. എന്നാൽ അവിടെ വെച്ച് ഡാർലിങ്ങിനെ ആരോ പച്ചയ്ക്ക് അപമാനിച്ച് വിട്ടിട്ടുണ്ട്. സോ ആ ഒരു ടെൻഷനിൽ എങ്ങനെയെങ്കിലും അടുത്ത ഓഡീഷനിൽ സാധിക്കണം, പിടിക്കണം എന്നുള്ള ആ ഒരു വാശിയിലാണ്. അങ്ങനെ അടുത്ത ഓഡീഷന് പോകാൻ നിൽക്കുന്ന സമയത്താണ് രാത്രിയായപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. സോ ഒന്നുകൂടെ നാളെ നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവൾ ഇങ്ങനെ കിടന്ന് പാട്ട് പാടുന്നത് കേട്ടോ. അല്ലാതെ ഡാർലിങ്ങിന്റെ പിന്നിൽ വേറെ സീക്രട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ കാണുമ്പോൾ അങ്ങനെയാ തോന്നുന്നത്. ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇനി വല്ല സീക്രട്ട് ഉണ്ടാവോ ഇല്ലയോ എന്ന് അറിയില്ല. അതെങ്ങനെയാണല്ലോ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കുമല്ലോ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരാ. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഡാർലിംഗ് ഇങ്ങനെ ഇപ്പൊ പാട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഫാദർ വരുന്നുണ്ട്. എന്റെ കൂടെ ഒരു ഡിന്നറിന് വരുന്നു. എന്തായാലും ഇവിടെ വേറെ ആരുമില്ല ഒരു കമ്പനിക്ക്, നമുക്ക് എന്തായാലും പോയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞപ്പോൾ ഡാർലിംഗ് ഓക്കെ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തൽക്കാലം ഫാദറിന്റെ കൂടെ പോവുകയാണ്. വലിയ താല്പര്യമൊന്നുമില്ല ഡാർലിങ്ങിന് ഈ ഫാദർ ഡാനിയലിന്റെ കൂടെ പോകാനായിട്ട്. ഇനിയിപ്പോ വെറുതെ ഇയാൾ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ടാണ് കൂടെ പോവാന്ന് തീരുമാനിച്ചത്. അങ്ങനെ രണ്ടുപേരും ചെന്നിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അപ്പൊ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഡാർലിങ്ങിനോട് ഫാദർ ഡാനിയൽ ചോദിച്ച സമയത്ത് ഡാർലിംഗ് കാര്യങ്ങളൊക്കെ പറയണം. ഇതുപോലെ ഒരു ഒഡീഷൻ ഉണ്ട്, അപ്പൊ അതിന്റെ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇതേ കാര്യം തന്നെ ഡാർലിംഗ് ഫാദറിനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഫാദർ പറയണത് ഞാൻ എന്റെ ബ്രദറിനെ കാണാൻ വേണ്ടി പോവാണ്. ഓഹോ, ബ്രദർ എന്താ ചെയ്യുന്നത്, എന്താണ് അദ്ദേഹത്തിന്റെ പേര് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഫാദർ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി അങ്ങനെ നിൽക്കണം. എന്താ ഫാദർ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഫാദർ പറയണ എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, പക്ഷേ ആരോടും നീ അത് ഷെയർ ചെയ്യരുത്. ചിലപ്പോൾ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് മറന്നു പോകും. പക്ഷെ എല്ലാ കാര്യവും മറന്നു പോകുന്നില്ല. ഇപ്പൊ തന്നെ എന്താ ചേട്ടന്റെ പേര് എന്ന് ചോദിച്ചില്ലേ, എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ഒരു അഡ്രസ് ഉണ്ട്, ആ ഒരു അഡ്രസ്സ് ലക്ഷ്യമാക്കിയിട്ട് പോവുകയാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഹോട്ടലിലേക്ക് എത്തിയത്. അപ്പൊ ഫാദറിന്റെ ആ ഒരു മറവി രോഗത്തെ കുറിച്ച് കേട്ടപ്പോൾ ഡാർലിങ്ങിന് എന്തോ പാവം തോന്നുകയാണ്. ഇപ്പൊ ഫാദർ പറയാണ് ഏയ് അതൊന്നും കുഴപ്പമില്ല, ഞാൻ 2 ഡ്രിങ്ക് എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഫാദർ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. എന്ന് ഇവിടെ വെച്ചാണ് ഫാദർ നമുക്കൊരു ടെസ്റ്റ് വരുന്നത് കേട്ടോ. അതായത് ഫാദറിനും ഡാർലിങ്ങിന് കുടിക്കാനായിട്ട് 2 ഡ്രിങ്ക് സെറ്റ് ആക്കുന്നുണ്ട്. അതിൽ ഈ ഒരു ഡാർലിങ്ങിന് കുടിക്കാൻ വേണ്ടി വെച്ച ഡ്രിങ്കിലേക്ക് ഫാദർ എന്തോ ഒരു മരുന്ന് കലർത്തുകയാണ്. സംഗതി മനസ്സിലായോ? ഫാദർ നല്ല ടൈപ്പാണ്. എന്തോ ഒരു പരിപാടിക്കാണ് ആളിങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ആ ഒരു മരുന്നൊഴിച്ച ഡ്രിങ്കുമായിട്ട് ഫാദർ തിരിഞ്ഞതും ഫാദറിന് ദാണ്ടെ കൊടുക്കുന്ന അടുത്ത ടിസ്റ്റ്, അതായത് അയാളുടെ പിന്നിൽ വന്ന ഡാർലിങ് കുപ്പി വെച്ച് മണ്ടക്കിട്ട് ഒരേറ്റടി കൊടുക്കുകയാണ്.
സ്പോട്ടിൽ ഫാദർ ഡാനിയലിന്റെ ബോധം പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഡാർലിംഗ് കണ്ടാൽ പാവമാണെന്ന് തോന്നുമെങ്കിലും അവൾക്ക് പിന്നിലും എന്തൊക്കെയോ ചില മിസ്റ്ററീസ് ഉണ്ടെന്നാ തോന്നുന്നത്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഇതിനുശേഷം മറ്റൊരു കാര്യം കാണിക്കുകയാണ്. അതായത് കുറച്ച് നേരം മുന്നേ സൈമൺ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചല്ലോ. കാരണം അയാൾ ഒരു പോലീസുകാരനാണ്. ശരിക്കും സൈമൺ ഈ ഒരു ഹോട്ടലിലേക്ക് വന്നത് തന്നെ ഒരു ഫിലിം തേടിയിട്ടാണ്. ഫിലിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് പെൻഡ്രൈവ്, മെമ്മറി കാർഡ് അല്ലെങ്കിൽ CD എന്നൊക്കെ പറയുന്നില്ലേ, അതിന് പകരം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഒരു ഫിലിം റോൾ എന്ന് പറയും. കാര്യമായിട്ടുള്ള എന്തോ ഒരു വീഡിയോ അതിലുണ്ട്. ഏതോ ഒരു പൊളിറ്റിക്കൽ ലീഡറോ അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഏതോ ഒരാളുടെ ഒരു ക്ലിപ്പാണ്. സോ ആ സംഭവം തേടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. മാത്രമല്ല അതിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അത് കേൾക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ തന്നെയാണ് ആ റൂമിൽ, അതായത് 1-ാം നമ്പർ റൂമിൽ ഇതുപോലെ പല സൈഡിലും മൈക്രോഫോൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഹോട്ടലിലേക്ക് എന്താ പറയാ, നല്ല പൈസക്കാരോ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ 1-ാം നമ്പർ റൂമാണ് കൊടുക്കാറ്. എന്തായാലും ആ ഒരു ഫിലിം തേടി ഇങ്ങോട്ടേക്ക് വന്ന സൈമൺ ഒരു കാര്യം മനസ്സിലായി. ഇന്നത്തെ രാത്രിയിൽ ഈ ഹോട്ടലിൽ എന്തൊക്കെയോ ചില തരികിടകൾ നടക്കാൻ പോവാണ്. എന്നാൽ ഇത് കേട്ട സമയത്ത് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് തൽക്കാലം നീ അതിലൊന്നും തലയിടാൻ വേണ്ടി പോകണ്ട. കാരണം നീ ഒറ്റയ്ക്കാണ്. ഒരു കാര്യം ചെയ്യ്, ഒരുത്തനും അവിടുന്ന് പോവാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പണി ഒപ്പിച്ചു വെച്ചേക്ക്. നാളെ രാവിലെ ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കോളാം. അപ്പൊ അവർ പറഞ്ഞതുപോലെ തന്നെ സൈമൺ അവിടെയുള്ള എല്ലാ കാറിന്റെയും ചോക്ക് ഊരി വെക്കുകയാണ്. അതായത് ഒരു വണ്ടിയും ഇനി സ്റ്റാർട്ട് ആവില്ല. പക്ഷേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മേലുദ്യോഗസ്ഥർ പറഞ്ഞ ഒരു കാര്യം സൈമൺ അനുസരിക്കുന്നില്ല. അതായത് ഒരു പ്രശ്നത്തിലും തൽക്കാലം നീ ഇപ്പൊ തലയിടാൻ പോണ്ടെന്ന് പറഞ്ഞല്ലോ. എന്നാൽ സൈമൺ ഒരു പ്രശ്നത്തിൽ തലയിടാമെന്ന് തന്നെ തീരുമാനിച്ചു. കാരണം അവനൊരു പോലീസുകാരനാണ്. ഒരു കാര്യം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. എമിലി എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയുടെ റൂമിലായിട്ട് മറ്റൊരു പെൺകുട്ടിയെ ഒരു കസാരയിൽ കെട്ടിവെച്ചിരിക്കുന്നത് ഇപ്പൊ സൈമൺ കണ്ടായിരുന്നല്ലോ. അപ്പൊ എന്തായാലും ആ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തണം. അതിനായിട്ട് തന്നെ സൈമൺ പോവാണ്. എന്നാൽ അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ എമിലി ഉണ്ടല്ലോ. ഈ എമിലി കെട്ടിയിട്ട് ആ ഒരു പെൺകുട്ടിയോട് വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുകയാണ്. മോള് പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഒരു കാരണവശാലും അയാളുടെ കയ്യിൽ പെടാന് ഞാൻ നിന്നെ സമ്മതിക്കില്ല. നാളെ അയാളുടെ കയ്യിൽ നിന്നും ഒരുപാട് ദൂരത്തേക്ക് നമ്മൾ രണ്ടുപേരും പോകും. അതുകൊണ്ട് മോള് പേടിക്കാതെ ഇവിടെ തന്നെ ഇരുന്നു എന്ന് പറയാണ്. എമിലി സംസാരിക്കുന്നത് വളരെ സ്നേഹത്തോടു കൂടിയാണെങ്കിലും ആ ഒരു പെൺകുട്ടിയെ ഇപ്പൊ അവിടെ കെട്ടിവെച്ചിരിക്കുകയാണ്. അവളുടെ പേര് റോസ് എന്നാണ്. ഇതേ നേരം തന്നെ ഇവരുടെ റൂമിന്റെ വാതിൽ വന്നിട്ട് ഒരാൾ തട്ടുന്നുണ്ട്. ആ ഒരു ശബ്ദം കേട്ടപാട് തന്നെ എമിലി ഒന്ന് ഞെട്ടുകയാണ്. അപ്പൊ എമിലി ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങൾ, എന്താ വേണ്ടേ ചോദിക്കുമ്പോൾ ഇപ്പൊ സൈമൺ പറയാണ്, ഒന്നുമില്ല മാഡം, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്, ഒന്ന് വാതിൽ തുറക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ എമിലി പറയാണ്, ആരായാലും എനിക്കൊരു കുഴപ്പമില്ല, ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല, മര്യാദക്ക് ഇവിടുന്ന് പൊയ്ക്കോന്ന് പറയാണ്. എന്നാൽ വീണ്ടും സൈമൺ ആ ഒരു കഥക് തട്ടുന്നുണ്ട്. ദേഷ്യം വന്ന എമിലി എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ അധിക നേരം കഴിഞ്ഞില്ല, സൈമൺ വാതിൽ ചവിട്ടി പൊളിക്കുന്നുണ്ട്. ഉള്ളിലേക്ക് വന്ന പാട് തന്നെ എമിലിയുടെ മുഖത്ത് നോക്കിയ ഒരേറ്റ അടിയാണ്. അടിയിൽ എമിലി തെറിച്ചു പോയി വീഴുന്നുണ്ട്. പിന്നീട് വേഗം തന്നെ സൈമൺ ചെന്നിട്ട് റോസിന്റെ ആ ഒരു കെട്ടും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പറയണേ, നമ്മളെ പേടിക്കേണ്ട കേട്ടോ, ഞാനൊരു പോലീസുകാരനാണ്, ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിക്കോളാന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ അടി കൊണ്ട് നിലത്ത് വീണെടുക്കുന്ന എമിലിയെ കാണിക്കുകയാണ്. ആ അടി കൊണ്ട് വീണയിൽ പെട്ടെന്ന് തന്നെ അവളൊരു ഫ്ലാഷ് ബാക്കിലേക്ക് ചെല്ലുകയാണ്. അതായത് അവളുടെ ആ ഒരു ടീനേജ് പ്രായത്തിലേക്ക്. അവളും അവളുടെ കൂടെ തന്നെ ഈ റോസും ഉണ്ട്. അതായത് റോസ് മറ്റാരുമല്ല, എമിലിയുടെ അനിയത്തി തന്നെയാണ്. ഇവരുടെ ടീനേജ് പ്രായത്തിൽ ഇവർക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഇവരുടെ കുടിയനായിട്ടുള്ള അച്ഛൻ വീട്ടിലേക്ക് അനാവശ്യമായിട്ട് കയറി വരും, രണ്ട് മക്കളെയും അബ്യൂസ് ചെയ്യാൻ നോക്കും. എന്നാൽ അന്നൊക്കെ ഈ അനിയത്തിയെ രക്ഷപ്പെടുത്തിയിരുന്നത് എമിലി ആയിരുന്നു. പക്ഷെ അനിയത്തിയോട് അത്രയും സ്നേഹം ഉണ്ടായിരുന്ന എമിലി എന്തിനാണ് റോസിനെ ഇപ്പൊ കെട്ടിയിട്ടേന്ന് അറിയില്ല. എന്തായാലും ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ എമിലി അടി കൊണ്ട് വീണല്ലോ. അവള് കണ്ണു തുറക്കുകയാണ്. മാത്രമല്ല കട്ടിനടിയിൽ ആ ഒരു ഗണ്ണുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഒരു ഗണ്ണ് ഇപ്പൊ അവൾ എടുക്കുന്നുണ്ട്. നേരെ സൈമന്റെ നേരെ ചൂണ്ടുകയാണ്. ഇപ്പൊ സൈമൺ പറയാണ്, കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാൻ വെടിവെക്കാൻ പാടില്ല എന്ന് എമിലി പറയണേ, എനിക്ക് നിന്നോടൊന്നും സംസാരിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പൊട്ടിക്കലാണ് കേട്ടോ. പോലീസുകാരനായിട്ടുള്ള സൈമൺ അയാളുടെ നെഞ്ചാങ്കോട് പൊളിഞ്ഞു പോവാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. കഥയുടെ അവസാനം വരെ ഇയാൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതാണ്. എന്തായാലും ഇയാള് ആ ഒരു വെടി കൊണ്ട് ആ ഒരു ചില്ലുണ്ടല്ലോ അതുമൊക്കെ തെറിച്ചു പോയിട്ട് വീഴുന്നുണ്ട്. അതോടുകൂടിയിട്ട് ആ ഒരു വലിയ കണ്ണാടിയും അത് തകർന്നു പോവാണ്. എന്നാൽ വെടിയേറ്റ് ഈ സൈമൺ താഴേക്ക് വീണ അതേ സമയത്ത് തന്നെ മറ്റൊരാളുടെ കരച്ചിൽ കൂടെ ഇവര് കേൾക്കുന്നുണ്ട്. ആര്? അവിടെ ഉണ്ടായിരുന്ന എമിലിയും അവളുടെ സഹോദരിയായിട്ടുള്ള റോസും. രണ്ടുപേരും ഇപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്ക് ഇങ്ങനെ എത്തി നോക്കുകയാണ്. അതായത് ഇവിടെ ഒരു വഴിയുള്ള കാര്യം ഇവർ ഇപ്പോഴാണ് അറിയുന്നത്. എന്നാൽ അവിടെ എന്താണ് അവർ കണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ മറ്റൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം. നേരത്തെ ഫാദർ ഡാനിയൽ, ഇയാൾ ഡാർലിങ്ങിന്റെ അടി കൊണ്ട് നിലത്തേക്ക് വീണ് ബോധം പോയായിരുന്നല്ലോ. ഇപ്പൊ ബോധം കെട്ട് കിടക്കുന്ന ഫാദറിന്റെ അടുത്തേക്ക് റിസപ്ഷൻ ബോയ് മില്ലർ അവൻ ഓടി വരുന്നുണ്ട്. ഓടി വന്നതോടെ തന്നെ ഫാദറിനെ എഴുന്നേൽപ്പിക്കണം. ഫാദർ എന്താ പറ്റിയെന്ന് ചോദിക്കണം. എന്നാൽ ഡാർലിങ്ങിന്റെ കൈ കൊണ്ട് അടി കൊണ്ട് ബോധം പോയതെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഫാദർ പറയുന്നത്, എടാ മോനെ, എനിക്ക് വയസ്സായില്ലേ, അതുപോലെ തന്നെ വലിയ ഓർമ്മയൊന്നുമില്ല, ചില സമയത്ത് എന്താ ചെയ്യുന്നതെന്നും അറിയില്ല. അങ്ങനെ ഓരോ നുണകൾ പറഞ്ഞിട്ട് ഫാദർ ഒപ്പിക്കുന്നുണ്ട്. ഇന്ന് തൽക്കാലം പോയിട്ട് ഒരു ഡ്രിങ്ക് എടുത്തിട്ട് വാ, എനിക്ക് വല്ലാത്ത തലവേദന എന്ന് പറയണം. അങ്ങനെ ആ ഒരു തലയിൽ വന്ന ബ്ലഡും കാര്യങ്ങളൊക്കെ തുടച്ചുകൊണ്ട് ഫാദർ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മില്ലർ ഒരു ചെറിയ ഡ്രിങ്കുമായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് മില്ലർ പറയാണ്, ഫാദർ നിങ്ങൾ നല്ല ബുദ്ധിമുട്ടിലാണെന്ന് അറിയാം, എന്നാലും ഈ സമയത്ത് ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. ആടാ നീ ചോദിച്ചോന്ന് പറയണം. ഫാദറെ, ഞാൻ എന്റെ ലൈഫിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോ പ്രായശ്ചിത്തം ചെയ്യണമെന്നുണ്ട്, പള്ളിയിലേക്കൊക്കെ വരണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അതിനെന്താ, നമുക്ക് വേണമെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റായിരിക്കില്ലേ, നീ അതിന് ഇത്ര വലിയ പേടിയൊന്നും വേണ്ട. അതായത് ഫാദർ വിചാരിക്കുന്നത് റിസപ്ഷൻ പോയല്ലേ, അപ്പൊ അവിടെ വരുന്ന കാശിൽ ചെറിയ ചെറിയ പൈസ എന്തെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. എന്നാൽ മില്ലറിന് പറയാനുണ്ടായിരുന്നത് അതൊന്നും ആയിരുന്നില്ല. ഫാദറെ, ഞാൻ എന്താ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം, ഫാദർ എന്റെ കൂടെ വന്ന് പറഞ്ഞിട്ട് ആ ഒരു സീക്രട്ട് ഏരിയയില്ലേ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. അവിടെ പോയാൽ എന്താണ് കാണാൻ പറ്റുക, ഓരോ റൂമിന്റെ ഉള്ളിലും നടക്കുന്ന കാര്യങ്ങൾ. ഇത് കണ്ടപാട് തന്നെ ഫാദർ ഡാനിയൽ അവനെ തൂക്കിയെടുക്കുകയാണ്. പന്ന മോനെ, നീ
എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടിയിരുന്നത്? ഇപ്പൊ കരഞ്ഞുകൊണ്ട് തന്നെ മില്ലർ പറയാണ്, ഫാദർ ഇതൊന്നും ഞാനല്ല ചെയ്തത്, ഇതിനെല്ലാത്തിനും കാരണം ഈ ഹോട്ടലിന്റെ ഓണറാണ്. അതായത് വല്ല പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ വലിയ പണക്കാരോ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ആ ഒരു സീക്രട്ട് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചത് തന്നെ. എന്നാൽ എന്റെ മുതലാളി പറയുമ്പോൾ മാത്രമേ ഞാൻ ഇങ്ങോട്ടേക്ക് വരാറുള്ളൂ. ഏതെങ്കിലും ഒരു വലിയ ആള് വന്നു അയാൾ ഈ റൂമിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുകയാണെങ്കിൽ അത് ഷൂട്ട് ചെയ്യണമെന്ന് മുതലാളി പറഞ്ഞാൽ മാത്രമേ ഞാൻ അത് ചെയ്യാറുള്ളൂ, അല്ലാതെ ഈ ഭാഗത്തേക്കേ ഞാൻ വരാറില്ല എന്ന് ഇപ്പൊ ഈ ഒരു മില്ലർ ഫാദർ ഡാനിയലിനോട് പറയാണ്. അതുപോലെ തന്നെ കുറച്ച് ദിവസം മുന്നേ ഇങ്ങോട്ടേക്ക് വലിയൊരാള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ മുതലാളി അയാൾ എന്തെങ്കിലും കാണിച്ചു കൂട്ടുകയാണെങ്കിൽ അത് മുഴുവനായിട്ടും ഷൂട്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ ആ കാര്യങ്ങൾ മുഴുവനായിട്ടും വീഡിയോയിൽ പകർത്തുകയും ചെയ്തു. അതായത് ഒരു പെൺകുട്ടിയും കൊണ്ടുവന്നിട്ട് ഇയാൾ ഇവിടുന്ന് ചില പരിപാടികൾ ഒപ്പിച്ചു. എന്നാൽ ആ മനുഷ്യൻ എന്നോട് നല്ല രീതിയിലാണ് പെരുമാറിയത്, വളരെ മാന്യമായിട്ട്. അതുകൊണ്ട് ആ ഒരു മനുഷ്യനെ ചതിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഓണറോട് പറഞ്ഞു അങ്ങനെയൊന്നും അയാൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു ഫിലിമും കാര്യങ്ങളൊക്കെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് കേട്ടപാട് തന്നെ ഫാദർ ഡാനിയൽ ചോദിക്കുകയാണ് അതെവിടെ, ആ ഒരു ഫിലിം എവിടെയും ചോദിച്ചപ്പോൾ അതെന്റെ റൂമിൽ വെച്ചിട്ടുണ്ട് എന്നിപ്പോ ഇപ്പൊ ഈ ഒരു മില്ലർ പറയാണ്. സോ അതെടുക്കാൻ വേണ്ടിയിട്ട് ഫാദർ ഡാനിയൽ നേരെ മില്ലറിന്റെ റൂമിലേക്ക് പോകണം. ഇതേ സമയത്ത് തന്നെ മില്ലർ ഇപ്പൊ നോക്കി നിൽക്കുന്നത് എമിലി ഉണ്ടല്ലോ അവളുടെ റൂമിലേക്കാണ്. അപ്പൊ ആ റൂമിലേക്ക് നോക്കുമ്പോൾ റോസിനെ ആ ഒരു ചെയറിൽ കെട്ടിയിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആര് കാണുന്നുണ്ട്? മില്ലർ കാണുകയാണ്. അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് കയറി വരുന്ന സൈമൺ, പിന്നെ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം ആര് കാണുന്നുണ്ട്? നമ്മുടെ മില്ലർ കാണുകയാണ്. സോ അപ്പൊ തന്നെ അവൻ ഫാദറിനെ വിളിക്കുന്നുണ്ട്, ഫാദറെ ഫാദറെ ഇവിടെ എന്തോ നടക്കുന്നുണ്ട്, ഓടി വാന്ന്. അങ്ങനെ ഈ മില്ലർ വിളിക്കുന്നത് കേട്ട് ഫാദർ അങ്ങോട്ടേക്ക് ഓടി വരുമ്പോഴാണ് ഈ എമിലി ആര് ഷൂട്ട് ചെയ്തത്? സൈമൺ ഷൂട്ട് ചെയ്തത്. സൈമൺ തെറിച്ചു പോയിട്ട് ആ ഒരു കണ്ണാടിയിൽ വീണല്ലോ. ആ ഒരു ഫോഴ്സിൽ അതിന്റെ പിന്നിലുണ്ടായിരുന്ന നമ്മുടെ മില്ലറും തെറിച്ചു പോയി വീണു. ഫാദർ വന്ന് നോക്കുമ്പോൾ മില്ലർ ഇതുപോലെ തെറിച്ചു വീഴുന്നത് കാണുന്നത്. ഫാദർ അപ്പൊ തന്നെ അവിടെ മുങ്ങി. കയ്യിൽ ഇപ്പൊ ആ ഒരു ഫിലിമും ഉണ്ട് കേട്ടോ. അതിലാണ് ആ ഒരു പൊളിറ്റീഷ്യന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുപോലെ ഗണ്ണുമായിട്ട് ആ ഒരു കണ്ണാടി പൊട്ടിയ ഭാഗത്തേക്ക് എമിലി വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? റിസപ്ഷൻ ബോയ് ആയിട്ടുള്ള മില്ലർ അവിടെ വീണ് കിടക്കുന്നത്. സോ ഇതിനുശേഷം നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് ഡാർലിംഗ് നേരത്തെ ഫാദറിന്റെ തലക്കിട്ട് ഒരൊറ്റ അടി അടിച്ചായിരുന്നല്ലോ. അതിനുശേഷം അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതായത് ഡാർലിംഗ് ഫാദറിന്റെ തലയ്ക്ക് ഇങ്ങനെ അടിക്കാൻ തന്നെ കാരണം ഫാദർ അവളുടെ ഡ്രിങ്കിൽ മരുന്ന് ഒഴിക്കുന്നത് അവൾ കണ്ടായിരുന്നു. അതായത് അവളെ ഫാദർ എന്തോ ചെയ്യാൻ പോവാണ് എന്ന് പേടിച്ചിട്ടാണ് അവൾ ഫാദറിനെ അടിച്ചത്, അല്ലാതെ അതിന്റെ പിന്നിൽ വേറെ ഒരു ലക്ഷ്യമില്ലായിരുന്നു. എന്തായാലും അടി കൊണ്ട് ബോധം കെട്ടുകിടക്കുന്ന ഫാദറിനെ കണ്ടപ്പോൾ ഡാർലിംഗിന് മനസ്സിലായി ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല, വേഗം മുങ്ങാന്ന് പറഞ്ഞിട്ട് നേരെ അവളുടെ കാറിന്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അവിടെ വെച്ച് ഡാർലിംഗ് മറ്റൊരു കാര്യം കാണുന്നത്. ഇപ്പൊ കുറച്ചേരം മുന്നേ മരിച്ചുപോയ സൈമൺ ഉണ്ടല്ലോ, ഈ രാത്രിയിൽ ഇവിടുന്ന് ആരും പോവാതിരിക്കാനായിട്ട് എല്ലാവരുടെ കാറിൽ നിന്നും ചോക്ക് ഊരി വെക്കുന്ന കാര്യം ഒളിച്ചിരുന്നുകൊണ്ട് ഡാർലിംഗ് ഈ ഒരു കാര്യം കാണുന്നുണ്ട്. ഇതെന്തിനാ ഇയാൾ വന്നിട്ട് എല്ലാ കാറിലെയും ചോക്ക് ഇങ്ങനെ ഊരി വെക്കുന്നത്? അപ്പൊ ഇയാളും ഇവിടെ എന്തോ ഒന്ന് ഒപ്പിക്കുന്നുണ്ട് എന്ന് ഡാർലിംഗിന് മനസ്സിലായി. പേടിയുണ്ട്, അതുകൊണ്ട് തന്നെ അവൾ അവിടെ ഒളിച്ചിരിക്കുകയാണ്. പിന്നീട് സൈമൺ പോയി കഴിഞ്ഞപ്പോൾ വേഗം തന്നെ ഡാർലിംഗ് അവളുടെ കാറിൽ പോയിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ കാർ സ്റ്റാർട്ട് ആവുന്നില്ല. ഇതേ നേരത്താണ് സൈമൺ നേരെ എമിലിയുടെ മുറിയിലേക്ക് പോകുന്നത്. എന്തിനാ അവൻ അങ്ങോട്ടേക്ക് പോകുന്നത്, അവിടെ എന്താ അവൻ ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഡാർലിംഗ് അങ്ങോട്ടേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ റൂമിന്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു ഡാർലിംഗ് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവസാനം സൈമണെ എമിലി വെടിവെച്ച് കൊല്ലുന്ന കാര്യം ഇപ്പൊ ആര് കണ്ടിട്ടുണ്ട്? ഡാർലിംഗ് കാണാണ്. ശരിക്കും ഡാർലിംഗിന്റെ കിളി പോയി എന്ന് പറയാലോ, അവൾ അത്രയും പേടിച്ചു പോയിട്ടുണ്ട്. ഇനി നമുക്ക് എമിലി ആ ഒരു സൈമണെ വെടിവെച്ച് കൊന്നതിന് ശേഷം അവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. അതായത് എമിലി ഇപ്പോൾ അപ്പുറത്ത് ആ ഒരു ഭാഗത്തേക്ക് ചാടി ഇറങ്ങുകയാണ്. ഇതെന്താ ഈ കണ്ണാടിക്ക് പിറകിൽ ഒരു സീക്രട്ട് റൂം എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇതേ സമയത്തിന് എമിലിയുടെ അനിയത്തി ഉണ്ടല്ലോ റോസ്, ഇനി മുതൽ നമുക്ക് അവളെ റോസ് എന്ന് വിളിക്കേണ്ട, സൈക്കോ റോസ് എന്ന് വിളിക്കാം. അതായത് ഏതൊരു ഭ്രാന്തന്റെ കയ്യിൽ നിന്ന് ഈ റോസിനെ രക്ഷപ്പെടുത്താനാണ് എമിലി ഈ സാഹസികത മുഴുവനും കാണിക്കുന്നത്. എന്നാൽ കയ്യിലെ കെട്ടും കാര്യങ്ങളൊക്കെ ഊരിപ്പോയ സമയത്ത് ഈ സൈക്കോ റോസ് ഉണ്ടല്ലോ ആരും ഒരാളെ ഫോൺ വിളിക്കുകയാണ്, ഡാർലിംഗ് ഞാനിവിടെ എൽ റോയൽ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്, എന്റെ ചേച്ചിയാണ് എന്നെ ഇങ്ങോട്ടേക്ക് പിടിച്ചുകൊണ്ടുവന്നത്, നീ ഇങ്ങോട്ടേക്ക് വാടാ എന്നെ രക്ഷിക്കാൻ വാന്ന് പറയണം. ഇതിനുശേഷം എമിലി ചാടിയില്ല അപ്പുറത്തേക്ക്. അതിന്റെ പിന്നാലെ തന്നെ റോസും അപ്പുറത്തേക്ക് എടുത്ത് ചാടുകയാണ്. ഇപ്പൊ നിലവിൽ ആ ഒരു റൂമിൽ വെടിയേറ്റ് എടുക്കുന്ന സൈമന്റെ ആ ഒരു ബോഡി മാത്രമേ ഉള്ളൂ. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് പതിയെ ഡാർലിംഗ് വരുന്നുണ്ട്. കാരണം എല്ലാ കാറിന്റെയും ചോക്ക് അവൻ ഊരിയെടുത്ത കാര്യം ഡാർലിംഗ് കണ്ടതാണല്ലോ. സോ അവന്റെ കീശയിൽ നിന്നും ആ ഒരു ചോക്ക് എടുക്കാൻ മാത്രമല്ല പോലീസുകാരനായതുകൊണ്ട് അവന്റെ കീശയിൽ ഒരു പിസ്റ്റലും ഉണ്ടായിരുന്നു. സോ അത് രണ്ടും എടുത്തുകൊണ്ട് ഡാർലിംഗ് നേരെ കാറിലേക്ക് പോകുന്നുണ്ട്. ആ ചോക്ക് അവളുടെ കാറിൽ ഫിക്സ് ചെയ്യാണ്. എന്നിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. ഈ നേരത്താണ് അങ്ങോട്ടേക്ക് ഫാദർ ഡാനിയൽ ഓടി വരുന്നത്. ഇയാൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. കാരണം എന്താണ്, മില്ലർ തെറിച്ച് വീഴുന്ന കാര്യം അതുപോലെ തന്നെ ആ ഒരു വെടിവെച്ചയും ഫാദർ ഇപ്പൊ കുറച്ചു നേരം മുന്നേ നേരിട്ട് കണ്ടതേ ഉള്ളൂ. സോ അത് കണ്ടപ്പോൾ പേടിച്ചോടിയ ഫാദർ നേരെ വന്നത് ഡാർലിംഗിന്റെ കാറിന്റെ അടുത്തേക്കാണ്. അടിപൊളി സ്ക്രീൻ പ്ലേ അല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പല സമയത്തായിട്ട് നടന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തിട്ട് എന്നാൽ അതെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന രീതിയിൽ കാണിച്ചിട്ട് നല്ല രസമുണ്ട് ഈ ഒരു ഭാഗം. എന്തായാലും ഫാദറിനെ കണ്ടപാട് തന്നെ പേടിച്ചു പോയ ഡാർലിംഗ് ഇയാൾക്ക് നേരെ പിസ്റ്റലി ചൂണ്ടുന്നുണ്ട്. എന്നാൽ ഫാദർ പറയാണ്, മോളെ എന്നൊന്നും ചെയ്യല്ലേ, നീ എന്നെ ഉള്ളിലേക്ക് കയറ്റുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഞാൻ നിന്നോട് പറയാന്ന് പറയാണ്. എന്തായാലും ഡാർലിംഗ് ഗണ്ണിപ്പോ ഫാദറിന് നേരെ തന്നെ ചൂണ്ടി പിടിച്ചിട്ടുണ്ട്. ഫാദർ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഫാദർ പറയാണ്, സത്യം പറഞ്ഞാൽ ആ ഒരു ഡ്രിങ്കിൽ ഞാൻ മയക്കുമരുന്ന് ചേർത്തു, എന്നാൽ നിന്നെ ഒന്നും ചെയ്യാനൊന്നുമല്ല, നിന്റെ റൂമിൽ എനിക്ക് കയറാനായിരുന്നു. കാരണം ആ റൂമിൽ എനിക്ക് ആവശ്യമുള്ള, എനിക്ക് അവകാശപ്പെട്ട ഒരു സാധനം ഉണ്ട്, അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. സോ അതെന്താണെന്ന് അറിയണമെങ്കിൽ 10 വർഷം മുന്നേ നടന്ന ഒരു സംഭവം നമ്മൾ കാണണം. സോ ഫാദർ ആ ഒരു ഫ്ലാഷ് ബാക്ക് പറയാണ്. ഫാദറും അദ്ദേഹത്തിന് ബന്ധപ്പെട്ട ഒരാളും അതുപോലെ തന്നെ വേറൊരാളും കൂടെ, അങ്ങനെ ടോട്ടൽ 3 പേര് കൂടെ കാശ് കൊണ്ടുപോകുന്ന ഒരു വലിയ വേൻ ഉണ്ടല്ലോ, അതിനെ തടഞ്ഞു നിർത്തി അതിലെ കാശ് മുഴുവനായിട്ടും അടിച്ചു മാറ്റി. ഫാദർ ചെറിയ ഫാദർ ഒന്നും അല്ല, ആള് കില്ലാടിയാണ്. എന്തായാലും ഇവര് 3 പേരും കൂടെ ആക്സിഡന്റ്
ആക്കിയിട്ട് ആ ഒരു വണ്ടി മറിച്ചിട്ടു. അതിൽ നിന്നും ഒരുപാട് പൈസ മോഷ്ടിച്ച് അതൊരു ചുവന്ന ബാഗിലിട്ട് വെക്കുകയാണ്. എന്നാൽ അതേ നേരം തന്നെ അങ്ങോട്ടേക്ക് പോലീസുകാർ വരുന്ന ശബ്ദം ഇവർ കേൾക്കുന്നുണ്ട്. വേഗം തന്നെ ഫാദർ ഒരു വണ്ടിയിൽ കയറുകയാണ്. ആ കൂട്ടത്തിൽ ഒരാൾ ഫാദറിന് ഏറ്റവും അടുത്ത ആളാണ്. അത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ. അപ്പൊ അയാളുടെ കയ്യിൽ ആ ഒരു ബാഗ് കൊടുത്തിട്ട് ഫാദർ പറയാണ്, ആ എൽ റോയൽ എന്ന് പറഞ്ഞ ഹോട്ടലിലേക്ക് നീ പോവുക. ഞാൻ പറയുന്ന റൂം നമ്പറിൽ ഈ ഒരു പണം മുഴുവനായിട്ട് നീ ഒളിപ്പിച്ചു വെക്കുക. നിങ്ങൾ എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ടോ. പോലീസുകാർ വരികയാണെങ്കിൽ ഒരു രക്ഷയില്ലെങ്കിൽ ഞാൻ പിടികൊടുത്തോളാം എന്ന് പറയണം. അങ്ങനെ ഫാദറിന് വിശ്വാസമുള്ള ആളുടെ കയ്യിൽ പണം ഏൽപ്പിച്ച് അവിടുന്ന് വിടുന്നുണ്ട്. അതുപോലെ തന്നെ ഫാദറിനെ അവിടെ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. കേസും കാര്യങ്ങളൊക്കെ പിന്നീട് മുന്നോട്ടേക്ക് പോകണം. അധികം വൈകാതെ ഫാദറിന് ശിക്ഷയും കിട്ടി. 15 വർഷം കഠിന തടവ്. ചെറിയ ശിക്ഷയായിരിക്കും എന്ന് കരുതിയ ഫാദറിന് അത് വലിയൊരു അടിയായിരുന്നു കേട്ടോ. അതായത് 15 വർഷം ജയിലിൽ കിടക്കണം. അങ്ങനെ 10 വർഷം ഫാദർ ജയിലിൽ തന്നെ അങ്ങനെ കഴിച്ചുകൂട്ടി. ഈ സമയത്താണ് ഫാദറിന് ആ ഒരു മറവി രോഗം വരുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ ഡോക്ടർമാർ കണ്ടുപിടിച്ചു. എന്തായാലും ഫാദറിന് നല്ല പ്രായമായിട്ടുണ്ട്. പിന്നെ ഈ ഒരു രോഗം കൂടി ആയപ്പോൾ ഒരു 6 മാസത്തെ പരോള് ഫാദറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പരോളിൽ ഫാദർ പുറത്തേക്ക് വന്ന സമയത്താണ് ചില കാര്യങ്ങൾ അറിയുന്നത്. അതായത് ഫാദർ അന്ന് ആ ഒരു കാശ് കൊടുത്ത് അദ്ദേഹത്തിന്റെ വിശ്വസ്തനെ ഒരു ഹോട്ടലിലേക്ക് പോകണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇന്ന റൂമിൽ ആ ഒരു കാശ് ഒളിപ്പിച്ചു വെക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ കാര്യമാണ് സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടത്. ഫാദറിന്റെ ആ ഒരു വിശ്വസ്തനാണ് ഹോട്ടൽ റൂമിലേക്ക് വന്ന് ഫാദർ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ആ ഒരു ഫ്ലോർ പൊളിച്ച് അതിന്റെ ഉള്ളിലേക്ക് കാശ് വെച്ചത്. എന്നാൽ ഇവരുടെ ടീമിൽ ആ ഒരു മൂന്നാമത്തെ ആള് അവൻ അത്ര വെട്ടിപ്പുള്ള ആളായിരുന്നില്ല. ഈ ഒരു കാശ് മുഴുവനായിട്ട് മടിച്ചെടുക്കാനായിട്ട് ഫാദറിന്റെ വിശ്വസ്തനെ അവൻ വെടിവെച്ച് കൊന്നു. എന്നാൽ ആ ഒരു കാശ് എവിടെയാ വെച്ചതെന്ന് അവൻ അറിയില്ലായിരുന്നു. അപ്പൊ അവന്റെ കയ്യിൽ ആ ഒരു കാശ് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഫാദറിന് ആ ഒരു കാശ് വേണം. എന്നാൽ ഏത് റൂമിലാണ് ആ ഒരു പൈസ വെച്ചത് എന്ന് ഫാദറിന് വ്യക്തമായിട്ട് ഓർമ്മയില്ല. റൂം നമ്പർ 4, 5, 1 അങ്ങനെ 3 നമ്പറാണ് ഫാദറിന്റെ ഓർമ്മയിലുള്ളത്. ഈ മറവി രോഗം ഉള്ളത് കൊണ്ട് എവിടെയാണ് അത് എന്ന് വ്യക്തമായിട്ട് ഓർത്തെടുക്കാനും ഫാദറിന് പറ്റുന്നില്ല. എന്തായാലും ആ ഒരു കാശ് എടുക്കാൻ തന്നെയാണ് ഫാദർ ഇവിടെ റൂം എടുത്തതും. എന്നാൽ റൂം എടുത്ത ആ ഒരു മുറിയുടെ ഫ്ലോർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ കാശില്ല. അപ്പൊ അടുത്ത റൂം ഡാർലിങ്ങിന്റെയാണ്. അപ്പൊ അവളുടെ റൂമിൽ പോയിട്ട് പരിശോധിക്കണമെങ്കിൽ അവൾ എങ്ങനെയെങ്കിലും ഒന്ന് മയക്കി കിടക്കണം. അപ്പൊ അതിനുവേണ്ടി മാത്രമാണ് ഡാർലിങ്ങിന് കൊടുക്കാൻ വെച്ച മദ്യത്തിൽ ഫാദർ മയക്കുമരുന്ന് ചേർത്താൻ നോക്കിയതെന്നല്ല ചേർത്തത്. അല്ലാതെ നിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്ന് ഫാദർ ഡാനിയൽ ഇപ്പൊ ഡാർലിങ്ങിനോട് പറയാണ്. ഇതേ സമയത്തിന് ഫാദർ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നിന്റെ റൂമിൽ നിന്ന് നമുക്ക് ആ ഒരു കാശ് കിട്ടുകയാണെങ്കിൽ പപ്പാതിയാക്കാം. ഈ ഡീലിന് നീ ഓക്കെ ആണോ ചോദിച്ചപ്പോൾ കാശല്ലേ, കാശിന്റെ കാര്യല്ലേ, ഡാർലിംഗ് കണ്ണും പൂട്ടി സമ്മതിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ വെടിവെച്ച സമയത്ത് പിറകിലുണ്ടായിരുന്ന മില്ലർ തെറിച്ച് വീണായിരുന്നല്ലോ. അവന്റെ മുഖത്ത് മുഴുവനായിട്ടും ഗ്ലാസ് തട്ടിയിട്ട് ഒരു ഭാഗം മുഴുവനായിട്ട് ചോരയാണ്. എന്തായാലും അതിലൂടെ പോയ സമയത്ത് ഈ ഹോട്ടലിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എമിലിക്ക് മനസ്സിലായി. അപ്പൊ എമിലി ചോദിക്കുകയാണ്, ഡാ എന്ത് തെമ്മാടിത്തരാടാ നീ ഇവിടെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. പിന്നീട് മില്ലർ ഫാദറിനോട് എന്താണോ പറഞ്ഞത് അത് തന്നെ എമിലിയോടും പറയാണ്. അതായത് അവന്റെ സ്വയം ഇഷ്ടപ്രകാരമല്ല ഇതൊന്നും ചെയ്യുന്നത്, അവന്റെ മുതലാളി പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ കൊല്ലാതെ വെറുതെ വിടണം, എനിക്ക് പേടിയാണ്, ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. മേഡം നിങ്ങളുടെ പേര് പോലും നിങ്ങൾ ഇവിടെ എഴുതിയിട്ടില്ല. ഇനിയിപ്പോൾ നാളെ പോലീസുകാർ വന്നിട്ട് ഇവിടെ അന്വേഷണം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ പേരോ കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറയില്ല. ദയവ് ചെയ്ത് എന്നൊന്നും ചെയ്യല്ലേ എന്ന് മില്ലർ ഇപ്പോൾ ഈ ഒരു എമിലിയോട് പറയാണ്. ഇതേ സമയത്ത് തന്നെ എമിലിയുടെ അനിയത്തി ഉണ്ടല്ലോ റോസ്, ഞാൻ പറഞ്ഞു ഇനി മുതൽ അവളെ റോസ് എന്ന് വിളിക്കേണ്ട സൈക്കോ റോസ് എന്ന് വിളിക്കും. അതിന് കാരണം നിങ്ങളൊന്ന് നോക്കിയേ, ആ ഹോട്ടലിലെ വലിയ ലേറ്റ് ഉണ്ടല്ലോ, ഒരു കൊരങ്ങിനെ പോലെ തൂങ്ങി ആടി കളിക്കുകയാണ് ഈ റോസ്. ഇപ്പൊ മനസ്സിലായില്ലേ എമിലി എന്തിനാ റോസിനെ കെട്ടിയിട്ടേന്ന്? ഇതുപോലത്തെ കൊരങ്ങിന്റെ സ്വഭാവം കൊണ്ട് തന്നെ. അതൊക്കെ പോട്ടെ, ഇപ്പോ എമിലി ഈ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. ഇപ്പൊ മില്ലറിനോട് പറയാണ് നിന്നെ കൊല്ലണോ വേണ്ടിയോ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കട്ടെ. അതിനു മുന്നേ ആ ഒരു ഫാദർ ഡാനിയൽ അതുപോലെ ഡാർലിംഗ് ഇവർ രണ്ടുപേരും ഈ ഹോട്ടലിൽ എന്തിനാ വന്നത് ആ ഒരു കാര്യം എനിക്കറിയണം. എനിക്കതൊന്ന് നോക്കും വേണമെന്ന് പറയണം. ഇതിനുശേഷം ഈ ഒരു എമിലി നേരെ പോകുന്നത് ഡാർലിംഗിന്റെ ആ ഒരു റൂമിന്റെ മുന്നിലേക്കാണ്. അതായത് ആ ഒരു കണ്ണാടിയിലൂടെ നോക്കിയാൽ ആ റൂമിൽ എന്താ നടക്കുന്നതെന്ന് വ്യക്തമായിട്ട് കാണാൻ കഴിയല്ലോ. ഇപ്പൊ ആ റൂമിൽ നോക്കുമ്പോൾ ഡാർലിംഗ് ഒരു ചെയറിൽ അങ്ങനെ ഇരിക്കുകയാണ്. മാത്രമല്ല അവളുടെ തലയിൽ ആ ഒരു വിഗ് അത് ഊരി മാറ്റുന്നുണ്ട്. പിന്നീട് പ്രത്യേക രീതിയിൽ ആ ചെയറിൽ ഇരുന്നുകൊണ്ട് ഒരു പാട്ട് പാടാൻ തുടങ്ങണം. പാട്ട് പാടി അവൾ പതിയെ എഴുന്നേറ്റ് വന്ന് ആ ഒരു കണ്ണാടിക്ക് നേരെ നോക്കിയിട്ട് കൈ കൊട്ടാൻ തുടങ്ങുകയാണ്. ഇതെല്ലാം കണ്ണാടിയുടെ ഇപ്പുറഭാഗത്ത് നിന്നുകൊണ്ട് ആര് കാണുന്നുണ്ട്? എമിലി കാണുന്നുണ്ട്. അപ്പൊ എമിലി വിചാരിക്കുകയാണ് ഇവൾക്ക് എന്താ വട്ടായോ, ഒറ്റയ്ക്കിരുന്ന് പാട്ട് പാടുന്നു, അതിന് പുറമെ കയ്യും കൊട്ടുന്നു. എന്നാൽ ഇവിടെയാണ് വേറൊരു ട്വിസ്റ്റ്. അവിടെ ഒരു കട്ടിലില്ലേ, ആ കട്ടിലിന്റെ അപ്പുറഭാഗത്ത് തന്നെ ഫാദർ ഡാനിയൽ കിടക്കുന്നുണ്ട്. എന്നാൽ കട്ടിലിന്റെ അപ്പുറഭാഗത്തായതുകൊണ്ട് എമിലിക്ക് ഈ കാര്യങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. പിന്നെ ഈ ഒരു ഡാർലിംഗ് പാട്ട് പാടുമ്പോൾ ഇടയ്ക്ക് കൈ കൊട്ടുന്നില്ലേ, ആ കൈ കൊട്ടുന്ന ശബ്ദത്തിൽ ഫാദർ നേരത്തുള്ള ആ ഒരു മരം ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് ഇളക്കിയിടുന്നു. അങ്ങനെ പല തവണയായിട്ട് ഡാർലിംഗ് കൈ കൊട്ടുന്നുണ്ട്. ആ ഗ്യാപ്പിൽ ഫാദർ ഡാനിയൽ ആ ഫ്ലോറിലെ മരങ്ങളൊക്കെ നൂരി മാറ്റി നോക്കുമ്പോൾ അതിനടിയിൽ വെച്ച് ആ ഒരു റെഡ് ബാഗ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരെന്തിനാണോ ഇങ്ങോട്ടേക്ക് വന്നത് ആ ഒരു കാര്യം നടന്നിട്ടുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ എമിലി ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് ഫാദറിനെ കാണുന്നില്ല. അതുപോലെ തന്നെ ഡാർലിംഗ് വെറുതെ അവിടെ കിടന്ന് പാട്ട് പാടുകയാണ്. അതുകൊണ്ട് തന്നെ എമിലി അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. നേരെ മില്ലറിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, ഡാ ആ റൂമിൽ ഡാർലിംഗ് മാത്രമേ ഉള്ളൂ, അവിടെ ഫാദറിനെ ഒന്നും കാണാനില്ല. ഇപ്പൊ മില്ലർ പറയാണ്, എമിലി പ്ലീസ് ദയവ് ചെയ്തിട്ട് എന്നൊന്നും ചെയ്യരുത്. അഥവാ നിങ്ങൾ എന്നെ കൊല്ലാൻ പോവുകയാണെങ്കിൽ അതിന് മുന്നേ ആയിട്ട് എനിക്ക് എന്റെ ഫാദറിനെ ഒന്ന് കാണണം, അയാളോട് ഒന്ന് സംസാരിക്കണം, മരണപ്പെടുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് പ്രാശ്ചിത്യം ചെയ്യണം, അതിനുള്ള ആ ഒരു വകുപ്പെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി തരണം എന്ന് പറയണം. അത് വേണയോ വേണ്ടയോ എന്ന് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്നിട്ട് തീരുമാനിച്ചിട്ട് പറയാന്ന് എമിലി പറയാണ്. എന്നാൽ ഇതേ സമയത്തിന് പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഈ മഴ പെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് പുതിയൊരു ക്യാരക്ടർ കൂടെ വരികയാണ്. ഇവന്റെ പേരാണ് ബില്ലി. ഇയാളെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മറ്റാരുമല്ല, നമ്മുടെ തോറ് തന്നെ. അതുപോലെ ഒരുപാട് അടിപൊളി സിനിമയിൽ നായകനായിട്ട് വന്ന ഈ ഒരു ക്യാരക്ടർ ഈ സിനിമയിൽ നല്ല ഒന്നാം തരം ഒരു എന്താ പറയാ സൈക്കോ ഗ്യാങ്സ്റ്റർ ആണ്. ഇവൻ വെറുതെ ഒന്നുമല്ല ഈ ഒരു ഹോട്ടലിലേക്ക് വന്നത്. ഇവൻ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്
തന്നെ എമിലിയുടെ സഹോദരിയായിട്ടുള്ള സൈക്കോ റോസ് ആണ്. ഈ ബില്ലിയുടെ കൂടെ ഒരു ഗ്യാങ് തന്നെയുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഈ ഹോട്ടലിലേക്ക് വരികയാണ്. എന്നിട്ട് അവിടെയുള്ള എല്ലാവരെയും പിടിച്ചു കെട്ടുന്നുണ്ട്. ഫാദർ ഡാനിയൽ, ഡാർലിംഗ്, എമിലി എല്ലാവരെയും ഈ ഒരു ബില്ലിയുടെ ഗ്യാങ് അവിടെ പിടിച്ചു കെട്ടി വെക്കുന്നുണ്ട്. അതുപോലെ ആരാണ് ഈ ബില്ലി? ശരിയായ ഒരു സൈക്കോ, ഒരു ഭ്രാന്തൻ. ഇവന്റെ കൂടെ എന്ത് ചെയ്യാനും ഏത് ചെയ്യാനുമായിട്ട് കുറച്ച് ആൾക്കാരും ഉണ്ടാവും. ഇല്ലീഗലായിട്ടുള്ള അപകടം പിടിച്ച പല കാര്യങ്ങളും ഈ ഒരു ഗ്യാങ് ചെയ്യാറുണ്ട്. അത്രയ്ക്കും ധൈര്യമാണ് ഇവന്മാർക്ക്. അതുപോലെ ഒരു മനുഷ്യനോട് യാതൊരു ദയം ഇവന്മാർ കാണിക്കില്ല. അത് ഇവരുടെ ആ ഒരു ടീമിന്റെ തന്നെ പ്രത്യേകതയാണ്. അങ്ങനെ അവരുടെ ആ ഒരു ടീം ഒരു ഭാഗത്തുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെയാണ് എമിലി അതുപോലെ തന്നെ റോസ് ഇവർ രണ്ടുപേരും കൂടെ അവരുടെ വീട്ടിൽ നിന്ന് നിൽക്കാൻ പറ്റായിട്ട് രക്ഷപ്പെട്ടു വരുന്നത്. സോ രണ്ടുപേരും പിന്നീട് ഒറ്റയ്ക്കാണ് വളർന്നത്. ആ സമയത്ത് ഈ സൈക്കോ റോസ് ഉണ്ടല്ലോ ഈ ഒരു ഗ്യാങ്ങിൽ പോയിട്ട് ചേർന്നു. എന്തായാലും ആ ഒരു ഗ്യാങ്ങിൽ ചേർന്നതിന് ശേഷം അവളുടെ സ്വഭാവമൊക്കെ ആകെ മാറി. അവളിപ്പോ ഭയങ്കരമായിട്ട് ഹാപ്പി ആവാൻ തുടങ്ങി. പണ്ടത്തെ പോലെ അല്ല റോസ്. ചെറുപ്പത്തിൽ ആ ഒരു അബ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ വല്ലാതെ ഒരു മൂടിയായിട്ടായിരുന്നു എപ്പോഴും നടക്കല്. എന്നാൽ ഈ ഗ്യാങ്ങിൽ ചേർന്നതിന് ശേഷം അവൾ കംപ്ലീറ്റ് ആയിട്ട് മാറി. അതെന്തായാലും എമിലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ എമിലിയും പോയിട്ട് ആ ഒരു ഗ്യാങ്ങിൽ ചേർന്നു. അപ്പോഴാണ് ആ ഒരു ഗ്യാങ്ങിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയത്. ഇവന്മാര് മുഴുവനായിട്ട് ഒരു വല്ലാത്ത സൈക്കോ ആണ്. ഇവന്മാരുടെ കൂട്ടത്തിൽ റോസ് ചേർന്നാൽ അവളും ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു സൈക്കോ ആയിട്ട് മാറും. അതിന് പുറമെ ഇവരുടെ ആ ഒരു ഗ്യാങ് ലീഡർ ഉണ്ടല്ലോ ബില്ലിയുമായിട്ട് റോസ് പ്രണയത്തിലായിട്ടുണ്ട്. മാത്രമല്ല ഇതിങ്ങനെ പോവാണെങ്കിൽ അവളുടെ ലൈഫ് തന്നെ ആകെ സ്പോയിൽ ആയി പോയി എന്ന് തോന്നിയത് കൊണ്ടാണ് എമിലി അവളെയും തൂക്കിയെടുത്തുകൊണ്ട് ഈ ബില്ലിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ നോക്കിയത്. സോ അവരുടെ ആ ഒരു ഫ്ലാഷ് ബാക്ക് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ആ ഒരു ഹോട്ടലിൽ കാണിക്കുകയാണ് ബില്ലിയും അവന്റെ ആൾക്കാരും കൂടിയിട്ട് എല്ലാവരെയും ഇപ്പൊ അവിടെ കെട്ടിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല എമിലിയുടെ വെടി കൊണ്ട് മരിച്ചു കിടക്കുന്ന ആ ഒരു സൈമൺ ഉണ്ടല്ലോ പോലീസുകാരൻ, അവന്റെ ആ ഒരു ബോഡി ഇവരുടെ കാറിന്റെ ഡിക്കിയിലേക്ക് കൊണ്ടിടാൻ പറയാണ്. ഇതിനുശേഷം ഫാദർ ഡാനിയലിന്റെ കയ്യിൽ ആ ഒരു ചുവന്ന ബാഗ് ഇപ്പൊ ഈ ഒരു ബില്ലിക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല അത് അവിടുത്തെ ആ ഒരു ടേബിളിൽ മുഴുവനായിട്ടും കൊട്ടിയിടുകയാണ്. നിറയെ പൈസയുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ആ ഒരു ഫിലിമും ഉണ്ട്. അതായത് ഏതോ ഒരു പൊളിറ്റീഷ്യന്റെ മറ്റേ വീഡിയോ ആണത്. എന്നാൽ ആ ഒരു ഫിലിമിന്റെ ഉള്ളിൽ ഇതുപോലെ ആ ഒരു വീഡിയോ ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഈ സംഭവത്തിനെ കുറിച്ചൊന്നും ബില്ലിക്കറിയില്ല. അതെന്തായാലും പോട്ടെ. എന്നാൽ ഓരോ റൂമിന്റെ പിന്നിലും ഇതുപോലെ ഒരു രഹസ്യ സ്ഥലം ഉണ്ടാക്കിയിട്ട് കണ്ണാടിയിലൂടെ ഓരോ ആൾക്കാരും, അതായത് റൂം എടുക്കുന്ന ഓരോ ആൾക്കാരും ചെയ്യുന്നത് കാണാനായിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയില്ലേ. അതെന്തിനാ ചെയ്തതെന്ന് മില്ലറോട് ചോദിക്കുമ്പോൾ ഫാദർ ഡാനിയലിനോടും അതുപോലെ തന്നെ എമിലിയോടും പറഞ്ഞ അതേ കാര്യം തന്നെ മില്ലർ ഇപ്പോൾ ബില്ലിയോടും പറയാണ്. ഓക്കെ, അതും അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ ഒരു കാശ് ഇത് ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. ഇപ്പൊ നേരെ ഡാർലിങ്ങിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇത് നിന്റെ കാശാണെന്ന് ചോദിക്കുമ്പോൾ ഡാർലിംഗ് പറയണം അതെ എന്റെ കാശാണ്. ഈ കാശ് നീ അങ്ങനെ ഉണ്ടാക്കി, ഞാൻ പാട്ട് പാടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയ കാശാന്ന് പറഞ്ഞപ്പോൾ ഈ ബില്ലി അവളെ അപമാനിക്കുകയാണ്. നിന്റെ ഈ ശബ്ദം വെച്ച് പാട്ട് പാടി ഇത്രയും കാശ് നീ സമ്പാദിച്ചു. ഞാൻ വിശ്വസിക്കില്ല. അപ്പൊ ആരെങ്കിലും മുന്നോട്ടേക്ക് വന്നിട്ട് സത്യമായിട്ട് പറയുന്നത് വരെ തന്നെ ഞാനൊരു മരണ ഗെയിം ഇവിടെ കളിക്കാൻ വേണ്ടി പോവാണ്. ഗെയിമിന്റെ പല ഘട്ടത്തിലും ഓരോ ആൾക്കാരും മരിച്ചു വീഴും. അതുകൊണ്ടാണ് ഇതൊരു മരണ ഗെയിമായിട്ട് പോകുന്നത്. അങ്ങനെ ആ ഒരു ഗെയിം ആരംഭിക്കുകയാണ്. ആദ്യ റൗണ്ടിൽ തന്നെ ആ ഒരു ഗെയിമിൽ തോൽക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ സൈക്കോ റോസിന്റെ ചേച്ചിയായിട്ടുള്ള എമിലി തന്നെ. ബില്ലി ഒന്നും നോക്കിയില്ല, ഗൺ എടുക്കുകയാണ്. എമിലിയുടെ നെഞ്ചാങ്കോട് നോക്കിയ ഒരേറ്റ പൊട്ടിക്കലാണ്. വെടി കൊണ്ട് എമിലി താഴേക്ക് വീഴുന്നുണ്ട്. അപ്പം മരിക്കുന്നതിന് മുന്നേ റോസിനെ അനിയത്തി ഒന്ന് നോക്കുകയാണ്. ഇവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സകലമാന സാഹസികതയും എമിലി കാണിച്ചു കൂട്ടിയത്. എന്നാൽ അവള് കാരണം തന്നെ അങ്ങോട്ട് മേലോട്ട് പോവുകയാണ് എമിലി. ഇപ്പോൾ എന്തിന്റെ കഴപ്പായിരുന്നു എന്ന് ഇപ്പോഴും തിരിയുന്നില്ല. സോ ആ ഒരു ഗെയിം അത് വീണ്ടും ആരും കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ആരുടെ ജീവനും ഇനി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഫാദർ ഡാനിയൽ ഇപ്പൊ കുറ്റം സമ്മതിക്കുകയാണ്. അതെന്റെ കാശാണ്, ഞാനും എന്റെ കൂട്ടാളികളും കൂടെ ഒരു 10 വർഷം മുന്നേ അടിച്ചു മാറ്റിയ കാശാണിത്. അതുപോലെ ഞാൻ റിയൽ ആയിട്ടുള്ള ഒരു ഫാദർ അല്ല, ഞാൻ ഫേക്ക് ആണെന്ന് പറയാണ്. അതുപോലെ തന്നെ ഇത് കേട്ട സമയത്ത് നമ്മുടെ മില്ലർ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇയാള് ഫേക്ക് ഫാദർ ആണോ? ഇയാളപ്പോ ഒരു പ്രീസ്റ്റ് ഒന്നുമല്ലേ? എന്നിട്ടാണ് ഇത്രയും നേരം പ്രായശ്ചിത്തം ചെയ്യാമെന്ന് കരുതിയിട്ട് ഇയാളുടെ പിന്നാലെ ഇങ്ങനെ നടന്നിരുന്നത്. സോ ആ ഒരു സമയത്ത് മില്ലർക്ക് ഇയാളോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുകയാണ്. അപ്പൊ ബില്ലി പറയണം ഫാദറെ നിങ്ങൾ ഫേക്ക് ആണെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ പേരെന്താന്ന് ചോദിച്ചപ്പോൾ ഫാദറിന് ആ ഒരു കാര്യം പറയാൻ പറ്റുന്നില്ല. കാരണം അയാൾക്ക് അയാളുടെ പേര് തന്നെ ഓർമ്മയില്ല. ഈ കാര്യം ബില്ലിക്ക് വിശ്വാസമാവുന്നില്ല. എന്നാൽ ഡാർലിംഗ് പറയാണ് സത്യമാണ്, ഫാദർ പറഞ്ഞത് സത്യമാണ്, അയാൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നാൽ ഡാർലിംഗ് പറഞ്ഞിട്ടും ബില്ലി വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ആരും സത്യം പറയാൻ പോകുന്നില്ല. വീണ്ടും ഒരു മരണ ഗെയിം കളിച്ചാൽ മാത്രമേ നിങ്ങൾ സത്യം പറയുള്ളൂ. എന്നാ പിന്നെ നമുക്ക് തുടങ്ങുകയല്ലേ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഗെയിം തുടങ്ങാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ കരണ്ട് പോവാണ്. കരണ്ട് പോയി അടുത്ത നിമിഷം തന്നെ ഫാദർ ഒന്നും ആലോചിച്ചില്ല. അപ്പൊ തന്നെ ഈ ഒരു ബില്ലിയെ കയറി അറ്റാക്ക് ചെയ്യാണ്. ഇപ്പൊ ഡാർലിംഗിനെയും അവിടെ കെട്ടിയിട്ടുണ്ടല്ലോ. സോ ആ ഒരു ചെയർ അവള് കാല് വെച്ച് പിന്നിലേക്ക് ഒരേറ്റ തള്ളലാണ്. അതായത് സൈക്കോറോസ് പിന്നിലുണ്ട്, അവളുടെ ദേഹത്തേക്കാണ് ഈ ചെയർ വന്ന് വീഴുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്തപ്പോൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന മില്ലർ അവനെയും കെട്ടിവെച്ചിരിക്കുകയാണ്. അവന് തെറിച്ച് അപ്പുറത്തേക്ക് വീഴുന്നുണ്ട്. ഇപ്പൊ ഫാദറും അതുപോലെ തന്നെ ബില്ലിയും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ബില്ലിയെ രക്ഷപ്പെടുത്താനായിട്ട് സൈക്കോറോസ് വന്നിട്ട് ഫാദറിനെ അറ്റാക്ക് ചെയ്യാണ്. ഈ ഒരു സമയത്ത് ഇങ്ങോട്ടേക്ക് ഫയർ ചെയ്യാനായിട്ട് ബില്ലിയുടെ ആൾക്കാർക്ക് പറ്റില്ല. ഇരുട്ടാണ്, ആർക്ക് വെടിയുള്ളൂന്ന് അവർക്ക് പറയാനേ പറ്റില്ല. ഇതേ നേരം തന്നെ ആ ഒരു ചെയറിൽ കെട്ടിയിട്ട അവസ്ഥയിൽ നിലത്ത് വീണെടുക്കാണല്ലോ ഡാർലിംഗ് നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ മില്ലർ ഉണ്ട്. മില്ലർ ആണെങ്കിൽ ആകെ പേടിച്ചേരണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അവന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഗണ്ണുണ്ട്. ഇപ്പൊ മില്ലറിനോട് ഡാർലിംഗ് ഒരു കാര്യം പറയുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ ആ ഒരു ഗണ്ണെടുത്ത് നീ ഷൂട്ട് ചെയ്യേ, അല്ലെങ്കിൽ ആ ഒരു ഗണ്ണ് എനിക്ക് കൊണ്ടാന്ന് പറയാണ്. എന്ന് ഈ സമയത്ത് മില്ലർ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. ആ മറുപടി കേട്ട് ഡാർലിംഗ് ശരിക്കും ഞെട്ടിപ്പോവാണ്. ഇല്ല, ഇനിയും ഒരു കൊലപാതകം കൂടെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇത് കേട്ടപ്പോൾ ഡാർലിംഗ് ശരിക്കും ഞെട്ടിയിട്ട് ഇനിയും ചെയ്യാൻ പറ്റില്ലാന്നോ? അപ്പൊ നീ ടോട്ടൽ എത്ര പേരെ കൊന്നിട്ടുണ്ട്? 123 പേരെ ഈ ഒരു മില്ലർ കൊന്നിട്ടുണ്ട്. സോ അതെല്ലാം കേട്ട് ഡാർലിംഗ് ആകെ കണ്ണും തള്ളി അങ്ങനെ ഇരിക്കുകയാണ്. സോ ഇവിടെ വെച്ച് മില്ലറിന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഈ മില്ലർ ഒരു സാധാരണ ചെറുപ്പക്കാരനല്ല, ഒരു പട്ടാളക്കാരനാണ്. വെറും പട്ടാളക്കാരനല്ല, നല്ല കിടിലൻ
കിടിലൻ സ്നൈപ്പറാണ്. യുദ്ധത്തിന്റെ സമയത്ത് അവിടെ ഈ ഒരു മില്ലർ ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ശത്രുക്കൾ ഒന്നിന്റെയും തലയുണ്ടാവില്ല. അത്രയും ഷാർപ്പായിട്ട് ടപ്പേ 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 എന്താ പറയാ, ഗണ്ണെടുത്തിങ്ങനെ റെഡി ആയിട്ട് നിൽക്കൊന്നും വേണ്ട. അവന് ഗണ്ണ് കയ്യിൽ കിട്ടിയാൽ എരയുടെ തല പൊളിഞ്ഞിരിക്കും. അത്രയും ഷാർപ്പ് ഷൂട്ടറാണ് ഈ മില്ലർ. അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞു. ആ യുദ്ധത്തിൽ ഒരുപാട് ആൾക്കാർ ഈ മില്ലർ കൊന്നു കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം കണ്ട് അതിലൂടെ നടക്കുമ്പോൾ ഈ ഡെഡ് ബോഡികൾ മുഴുവനായിട്ട് കണ്ട് അവന്റെ മനസ്സ് മരവിച്ചു പോയി. ആകെ സങ്കടാവുകയാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും കൊലപാതകം ചെയ്തപ്പോൾ അവന്റെ മനസ്സിന് വല്ലാത്തൊരു എന്താ പറയാ, ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു പരിപാടി, ഈ ഒരു ജോലി തന്നെ അവൻ വേണ്ടാന്ന് വെച്ച് വെറും ഒരു റിസപ്ഷൻ ബോയ് ആയിട്ട് ഇവിടെ ജോലിക്ക് ചേർന്നു. അവന്റെ പഴയ ലൈഫും പഴയ കാര്യങ്ങളും എല്ലാം മറക്കാനായിട്ട്. സോ ഇതെല്ലാം അറിഞ്ഞ സമയത്ത് ഡാർലിംഗ് പറയണ, എടാ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇത്രയും മോശമായിട്ടുള്ള ആൾക്കാരെ കൊല്ലുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറയണേ. ഈ സമയത്ത് മില്ലറിന്റെ മനസ്സ് മാറുന്നുണ്ട്. ഇത്രയും നേരം പേടിത്തൊണ്ടനായിട്ട് നമ്മൾ കണ്ട, അല്ലെങ്കിൽ അങ്ങനെ അഭിനയിച്ച ഈ മില്ലർ ആ ഒരു പിസ്റ്റല് കയ്യിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് അത് നേരെ ബില്ലിക്ക് നേരെ ചൂണ്ടുന്നുണ്ട്. ബില്ലിക്ക് ഇപ്പൊ ചിരി വരികയാണ്. നീ ഷൂട്ട് ചെയ്യാ പോവോ? ഒന്ന് കാണട്ടെ എന്ന് പറയാണ്. പറഞ്ഞു തീർന്നില്ല. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ബില്ലിയുടെ നെറ്റിയിലേക്ക് തന്നെ ടേ എന്ന് പറഞ്ഞിട്ട് ഒരു ബുള്ളറ്റ് അങ്ങ് കയറുകയാണ്. നിലമ്പൊത്തി വീഴുന്നുണ്ട്. ആരും പ്രതീക്ഷയില്ല കേട്ടോ. ഷോക്കായി പോയി കണ്ടുന്ന എല്ലാവരും. അതായത് ഗണ്ണ് വെച്ച് കറക്റ്റ് നെറ്റിയിലേക്ക് തന്നെ, ഉന്നത്തിൽ ഒരു പിഴവുമില്ല. അത്രയും ഷാർപ്പായിട്ട് ചുറ്റുള്ളവരൊക്കെ വായം പൊളിച്ച് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ വായം പൊളിച്ച് നോക്കി നിൽക്കുന്നവരുടെ അണ്ണാക്കിലിട്ട് തന്നെ മില്ലർ പൊട്ടിക്കുകയാണ്. ഇതേ നേരം വെടിയേറ്റ് താഴെ വീണ് മരിച്ചു കിടക്കുന്ന ഈ ബില്ലി ഉണ്ടല്ലോ, അവനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് സൈക്കോ റോസ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്യാപ്പിൽ ഫാദർ ഡാനിയൽ അയാളുടെ കെട്ടഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡാർലിങ്ങിനെയും കെട്ടഴിക്കുകയാണ്. ഇതേ നേരം തന്നെ ബില്ലിയുടെ കുറച്ച് ആൾക്കാർ പുറത്തുണ്ടല്ലോ, അതായത് മരണപ്പെട്ട് കിടക്കുന്ന പോലീസുകാരൻ സൈമന്റെ ബോഡി വെക്കാനായിട്ട് ഒരു 3-4 പേര് പുറത്തു പോയിട്ടുണ്ട്. കുറച്ച് അകലെയാണ് അവർ നിൽക്കുന്നത്. അവരെയും മില്ലർ ഒറ്റ ബുള്ളറ്റ്, ഒരുത്തിന് ഒരു ബുള്ളറ്റ് എന്ന കണക്കിൽ ടപ്പേ 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 എന്നൊരു കാര്യങ്ങൾ തീർക്കണം. അതായത് അത്രയും ഷാർപ്പ്. അതായത് ഒരിക്കലും വിചാരിക്കാത്ത ഒരാളാണ് കഥയുടെ ഹീറോ ആയിട്ട് വന്നിരിക്കുന്നത്. ഞാൻ തുടക്കത്തിലേ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത പല കാര്യങ്ങളും ഈ കഥയുടെ അവസാനം നടക്കുമെന്ന്. ഇതൊക്കെ തന്നെയാണത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഈ ഒരു കാര്യം. എന്തായാലും എല്ലാവരെയും കൊന്നു തള്ളിയ സമയത്ത് മില്ലർക്ക് വീണ്ടും ആ ഒരു പഴയ സംഭവം വരികയാണ്. അതായത് ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം. പ്രധാനമായിട്ട് ഇത് വരാനുള്ള കാരണം ഈ ബില്ലിയുടെ ബോഡിയുടെ അടുത്തിരുന്നുകൊണ്ട് റോസ് കരയുന്നില്ലേ. സോ അവളുടെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ്. എന്നാൽ ബില്ലി മരിച്ചതുകൊണ്ട് തന്നെ ഓൾറെഡി അവൾക്ക് നല്ല ദേഷ്യമുണ്ട്. ആ ദേഷ്യത്തിന് പുറത്ത് ബില്ലിയുടെ കീശയിലുണ്ടായിരുന്ന കത്തിയെടുത്ത് മില്ലറുടെ വയറ്റിനിട്ട് ഒരേറ്റ കുത്തലാണ്. വീണ്ടും അവൾ കുത്തുന്നതിന് മുന്നേ ഫാദർ ഡാനിയൽ കയ്യിൽ ഗണ്ണുണ്ടായിരുന്നു. അത് വെച്ചിപ്പോ റോസിനെ വെട്ടിവെച്ച് കൊല്ലുന്നുണ്ട്. പിന്നീട് രണ്ടുപേരും, അതായത് ഫാദർ ഡാനിയലും ഡാർലിംഗും വേഗം തന്നെ മില്ലറിന്റെ അടുത്തേക്ക് ചെല്ലാണ്. വയറ്റത്ത് കത്തി കുത്തി കയറ്റിയതാണ്. നല്ല രീതിയിൽ രക്തം പോകുന്നുണ്ട്. അവൻ വേദനിച്ച് നിലത്ത് കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡാർലിംഗ് പറയുന്നുണ്ട്, ഫാദർ എങ്ങനെയെങ്കിലും ഇവനൊന്ന് രക്ഷപ്പെടുത്ത്. ഫാദർ നോക്കിയപ്പോ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരുപാട് രക്തം പോയിട്ടുണ്ട്. അധികം വൈകാതെ ഇവ മരണപ്പെടും. ഇതേ സമയത്ത് തന്നെ മില്ലർ പറയാണ്, ഫാദർ നിങ്ങൾ ഇത്രയും നേരം ഒരു ഫാദറായിട്ട് ഞാൻ കണ്ടത്. എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. എനിക്ക് പേടിയാണ്. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു. ഇതിനെല്ലാത്തിനും എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം എന്ന് പറയാണ്. ഇപ്പൊ ഫാദർ ഡാനിയൽ പറയാണ്, ഇത്രയും നേരം നീ എന്നെ ഫാദറായിട്ടല്ല കണ്ടത്, നീ എന്നോട് പ്രായശ്ചിത്തം ചെയ്തു എന്ന് പറയണം. അങ്ങനെ മില്ലർ അവൻ ചെയ്ത ഓരോ കാര്യങ്ങളും ഏറ്റു പറയാണ് കേട്ടോ. ഒരുപാട് പേര് അവന്റെ കൈകൾ കൊണ്ട് മരണപ്പെട്ടിട്ടുണ്ട്. സോ അതെല്ലാം ഈ ഒരു ഫാദറിനോട് അവൻ ഏറ്റു പറയുന്നുണ്ട്. ദൈവം എന്നോട് പൊറുക്കുമായിരിക്കുമല്ലേ. ഇപ്പൊ ഫാദർ പറയാണ്, നീ നിന്റെ തെറ്റെല്ലാം മനസ്സിലാക്കിയില്ലേ, ഉറപ്പായിട്ടും നിന്റെ ദൈവം നിന്നോട് പൊറുക്കും. സോ ഇത് കേട്ട സമയത്ത് ഒരു സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ മില്ലർ മരണപ്പെട്ടു പോവാണ്. ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും ചോരക്കറ അവന്റെ കയ്യിൽ വന്നു. പക്ഷെ ആ കാര്യം അവനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവൻ ഈ ഒരു അവസ്ഥയിലേക്ക് വന്ന് പെട്ടത്. എന്തായാലും അവിടെയുള്ള എല്ലാവരും മരിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളത് ഫാദർ ഡാനിയലും ഡാർലിംഗും മാത്രമാണ്. ഇതിനുശേഷം ഫാദർ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതായത് ഈ ഹോട്ടലിലെ രജിസ്റ്റർ ബുക്ക് ഉണ്ടല്ലോ, അതും അതിന്റെ കൂടെ തന്നെ മില്ലർ ഷൂട്ട് ചെയ്ത ആ ഒരു ഫിലിം, അത് രണ്ടും കൊണ്ടുവന്നിട്ട് ആ തീയിട്ട് കത്തിച്ചു കളയാണ്. സത്യം പറഞ്ഞാൽ ഫാദർ ആ ഒരു ഫിലിം റോൾ ഇവിടെ എടുത്തത് തന്നെ ആ ഒരു പൈസക്കാരനെ, അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റീഷ്യനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കുറച്ച് കാശ് ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടാണ്. എന്നാൽ മില്ലർക്ക് ആ ഒരു കാര്യത്തിൽ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫാദർ ആ ഒരു കാര്യം തീയിട്ട് കത്തിച്ചു കളഞ്ഞത്. ഇപ്പോ ഈ ഒരു ഹോട്ടലിലേക്ക് ഇവര് രണ്ടുപേരും വന്നതിന്റെ യാതൊരു തെളിവുമില്ല. കാരണം രജിസ്റ്റർ ബുക്ക് അത് കത്തിച്ചു കളഞ്ഞല്ലോ. എന്തായാലും ഇതിനുശേഷം ആ ഒരു പണം മുഴുവനായിട്ടും അവിടുന്ന് വാരിയിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അതിന് പുറമെ തന്നെ ഹോട്ടലിന് തീ പിടിച്ചിട്ടുമുണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഫയറിംഗ് ഒരുപാട് നടന്നല്ലോ. എന്തായാലും ഇവിടെ സീൻ കട്ടായി. അടുത്ത സീനിൽ ഒഡീഷന് പോയ നമ്മുടെ ഡാർലിങ്ങിനെ കാണിക്കുകയാണ്. ഒരു പാട്ട് പാടാനായിട്ട് അവൾ തയ്യാറായി നിൽക്കുകയാണ്. അവളുടെ ചുറ്റും ജഡ്ജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ നേരം തന്നെ അവിടെ ഫാദർ ഡാനിയൽ ഇരിക്കുന്നുണ്ട്. ഫാദർ ഡാനിയലിനെ നോക്കിയിട്ട് അവളൊന്ന് ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫാദർ ഡാനിയലും അവളെ നോക്കി ഒരു ചിരി ചിരിക്കുന്നുണ്ട്. ഈ സമയത്ത് അവൾക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് വരികയാണ്. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്നത് ഒരു നിസാര കാര്യമൊന്നുമല്ല. അതിനെ നേരിട്ട ഡാർലിങ്ങിന് ഇതൊക്കെ വെറും ടിക്ടോക്ക് മാറ്റർ. ഭയങ്കര കോൺഫിഡൻസിൽ അവൾ അവിടെ നിന്നുകൊണ്ട് പാട്ട് പാടാൻ തുടങ്ങുന്നത് കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ തീരുകയാണ്. എങ്ങനെയുണ്ട് ഈ ഒരു സിനിമ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയണം. ഈ സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ അത് ഏതാണെന്ന് കമന്റ് ബോക്സിൽ പറയണം. എന്തായാലും ഇതിനേക്കാൾ നല്ലൊരു കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുപോലെ കഥയുടെ ആരംഭത്തിൽ ഞാനൊരു വെബ് സീരീസിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പൊ സ്ക്രീനിൽ ഒരു ബോക്സ് വന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.